എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ 7 പതിറ്റാണ്ട് കാലം പറഞ്ഞ വഹാബിയൻ തൗഹീദ് മനുഷ്യനറിയാത്ത കോലത്തിൽ ഖൈറ് വരാനും ശർറ് വരാനും അള്ളാഹുവിൽ നിന്നല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹു വെച്ച ഭൗതികമല്ലാത്ത കാരണങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്ത വഹാബികൾ ഇപ്പോൾ അവരുടെ തൗഹീദ് മാറ്റി സ്ഥാപിക്കുന്ന തിരക്കിലാണ്. മാറ്റി സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, കത്തണ പൊരക്ക് ഊരണ കൗക്കോല് ലാഭം എന്നിടത്താണ് ഓരോ മുജാഹിദ് ഗ്രൂപ്പുള്ളത്. ഇപ്പോൾ മൗലവിമാർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്തിയ തൗഹീദ് കൊരങ്ങൻ കണ്ണാടി നോക്കിയ പോലെ. ഒരു കൊരങ്ങന്റെ കയ്യിൽ കണ്ണാടി കിട്ടിയപ്പോ കണ്ണാടിയിലേക്ക് അതിർപ്പത്തോടെ നോക്കിയ കൊരങ്ങന് അതിൽ തന്റെ സുന്ദരമായ മുഖം കാണാൻ കഴിയും. അപ്പൊ ഈ സൗന്ദര്യമുള്ള മുഖന്ന് സുഹൃത്തിനെ കാണിക്കണം എന്ന് കരുതി തൊട്ടടുത്ത കൊരങ്ങന്റെ കയ്യില് ഈ കണ്ണാടി കൊടുത്തിട്ട് കൊരങ്ങൻ പറഞ്ഞു, എന്റെ മുഖത്തിന്റെ സൗന്ദര്യം ഒന്ന് നോക്കിക്കാട്ടെ, എന്റെ ചിത്രം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് ആ കൊരങ്ങന്റെ കയ്യില് എന്തു കൊടുത്തു? കണ്ണാടി കൊടുത്തു. കൊരങ്ങൻ അതിലേക്ക് നോക്കിയിട്ടൊന്ന് നെറ്റി ചൊളിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ ചിത്രോ? ഇതെന്റെ ചിത്രമാണ്, ഇതെന്റെ സൗന്ദര്യം. അങ്ങനെ 2 കൊരങ്ങന്മാരും തമ്മിൽ പ്രശ്നമായി. അങ്ങനെ 2 കൊരങ്ങന്മാരും തമ്മിൽ പ്രശ്നമായപ്പോ മദ്യം പറയാൻ ഒരു 3-ാം കൊരങ്ങനെ കൊണ്ട് ആ 3-ാം കൊരങ്ങ് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ 2ആളെ ചിത്രമല്ലത്, ഇതിന്റെ ചിത്രമാണ്. ഇതുപോലെ പൂർവികരായി ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഇമാമിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ദുആഇന് അവർ മനസ്സിലാക്കിയ അർത്ഥം വിസ്മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ മൗഇസത്ത് നിഷേധിക്കാൻ റഷീദുരിള എന്ന മതയുക്തിവാദി കൊണ്ടുവന്ന നിർമ്മിതമായ തൗഹീദിനെ കടമെടുത്ത വഹാബികൾ ഇപ്പോ എ.പി. അബ്ദുൽ ഖാദർ മൗലവിന്റെ ഈ വയസ്സാം കാലത്ത് അയാളെ ചുറ്റും ഇരുന്നിട്ട് ഓരോ മൗലവി ആയത്തോതിട്ട് പറയണു, ഇത് ഇന്റതാ തൗഹീദ്. ഖുർആനിൽ പറഞ്ഞ ആയത്ത് പറഞ്ഞ തൗഹീദ് അത് ഇന്റതാ ഒരു മൗലവി. അതേ ആയത്ത് ഇന്റതൂഹുന്ന് അപ്പുറത്തെ മൗലവിന്റെ ഒക്കെ കിട്ടിയാല് അയാളെ കള്ളതാ തൗഹീദ്. ഇങ്ങനെ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയോട് കൊട്ടപ്പുറത്തുനിന്ന് എ.പി. സ്ഥാപിച്ചു, എന്താ മൗലവി ശിർക്ക് എന്ന് ചോദിച്ചിട്ട് അന്ന് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അറിയില്ല മുസ്ലിയാരെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വയസ്സാം കാലത്ത് വെളുപ്പാം കാലത്ത് മൗലവിക്ക് ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ എവിടെ എത്തി? ഏതാണ് തൗഹീദ് എന്നാണ് നിർവചിക്കപ്പെടാൻ കഴിയാതെ പോയ സംഘടനകൾ തമ്മിൽ പ്രശ്നം സ്വാഭാവികമാണ്. മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിൽ പിളർപ്പ് വരും, സ്വാഭാവികമാണ്. അത് ആഘോഷിക്കപ്പെടേണ്ടതോ കവലകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതോ അല്ല. പക്ഷേ ഇവിടെ തൗഹീദാണ് ഛിന്ന ഭിന്നമാകുന്നത്. തൗഹീദിനാണ് പുതിയ രൂപങ്ങളും ഭാവങ്ങളും വരുന്നത്. ആ വാദത്തിന്റെ അർത്ഥം ഈ തൗഹീദ് നിർമ്മിതമായിരുന്നു എന്നതാണ്. എന്നിട്ടോ ആ തൗഹീദ് നിർമ്മിത വാദത്തിന് വഹാബികളിട്ട ഇസ്ലാഹ് നന്നാക്കൽ എന്ന പേര് ഒരു മുജാഹിദ് മൗലവി എന്നെ പറയുന്നുണ്ട്, കേടുവരാത്ത സാധനം നന്നാക്കാൻ കഴിയില്ല. ഒരു സാധനത്തെ നന്നാക്കണമെങ്കിൽ 2 സംഗതി വേണം. ഒന്ന്, ആ സാധനം വർക്ക്ഷോപ്പിൽ എത്തണം. സാധനം ഇവിടെ വേണം, എന്നാലേ നന്നാക്കാൻ കഴിയും. സാധനം ഉണ്ടായാൽ പോരാ, പിന്നെ എന്തും വേണം, ആ സാധനത്തിന് കേട് വരികയും ചെയ്യണം. കേട് വരാത്തൊരു സാധനത്തെ നന്നാക്കുന്നവന്റെ പേര് ഭ്രാന്തൻ എന്നാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്നാക്കൽ പ്രസ്ഥാനം എന്നാണ് എൻ്റെ അർത്ഥം. ഇസ്ലാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നാക്കുക. അപ്പോൾ ഒരു വസ്തു ഉണ്ടാവണം. ആദ്യം വസ്തു ഉണ്ടായാൽ മാത്രം പോരാ, വസ്തു കേടുവരണം, എന്നാലല്ലേ നന്നാക്കേണ്ടുള്ളൂ. കേടുവരാത്തൊരു സാധനം നന്നാക്കണോന്റെ പേര് ഭ്രാന്തൻ. ആ ഭ്രാന്ത് മലയാളികൾ കൊണ്ടാടിയ കാലാണ് വഹാബി പ്രസ്ഥാനത്തിലെ കഴിഞ്ഞ 10 കൊല്ലം. 7 പതിറ്റാണ്ട് കാലം 921 വഹാബി പ്രസ്ഥാനം തൗഹീദുമായി വന്നപ്പോൾ ആവർത്തിച്ചു ചോദിക്കുന്നു, എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം, ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ലോകത്ത് ആണിനും പെണ്ണിനും ജന്മം നൽകുന്നവൻ, മനുഷ്യന്റെ ആയുസ് നിശ്ചയിക്കുന്നവൻ, കടലിനെയും കരയെയും കൈകാര്യം ചെയ്യുന്നവൻ, അവനാണ് അല്ലാഹ്, അവനാണ് സർവാധികാരി, അവനാണ് സർവാധിപതി, അവനാണ് സർവസൃഷ്ടാവ്, അവനാണ് പരമാധികാരി എന്ന പ്രഖ്യാപനത്തില് കടുക് മണിയോളം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല.
അവരുടെ എഞ്ചിന് തകരാറ് വന്നിട്ടില്ല, അവർ തൗഹീദിൽ ഒരു അപകടവും വരുത്തിയിട്ടില്ല. അപകടങ്ങളില്ലാത്ത, തകരാറുകളില്ലാത്ത വ്യക്തമായി നിലനിന്നിരുന്ന തൗഹീദിലാണ് കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം വഹാബികൾ ആ തൗഹീദിനെ വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് നന്നാക്കി വടക്കാക്കാനുള്ള പരിപാടി തന്നെ എടുത്തത്. അതിന്റെ ദുരന്തം വഹാബികൾ മാനസികമായി കൊണ്ടാടുന്നു എന്നത് ആരോപണമല്ല. തൗഹീദിൽ ഒരു ചേഞ്ച്, തൗഹീദിൽ ഒരു ചേഞ്ച്. 950 മുതൽ 2004 വരെയുള്ള വഹാബികൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ 2004 മദീനത്തുൽ ഉലൂമിലെ പൗരോഹിത്യ സഭ കൈകാര്യം നടത്തി പുനഃസ്ഥാപിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ തൗഹീദിനെ മാറ്റിവെച്ചു. എന്തായിരുന്നു മുമ്പ് വഹാബികൾ പറഞ്ഞ തൗഹീദ്? മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത്, അതുപോലെ സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് എന്നൊക്കെയായിരുന്നു പഴയ കാലത്ത് അവർ പറഞ്ഞിരുന്നത്. ധാരാളം അവരുടെ പുസ്തകങ്ങളിൽ കാണാം. ഒരൊറ്റ ഉദാഹരണം, കുട്ടികൾക്ക് വളരെ ലളിതമായി മദ്രസ പാഠപുസ്തകത്തിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന തൗഹീദുണ്ട്. എന്താണ് ആ തൗഹീദ്? അവർ പറയുന്നു, എപ്പോഴാണ് അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്തു എന്ന് പറയുക, എപ്പോഴാണ് ആരാധന ശിർക്കാവുക? അതിനെ മുജാഹിദ് മൗലവിമാർ പറഞ്ഞ കാരണം എന്താണ്? മൗലവിമാർ പറഞ്ഞു, മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യം വേറെ ഒരാളോട് ചോദിച്ചാൽ അവിടെയാണ് ശിർക്ക് വരുന്നത് എന്നാണ്. ഇത് പഠിപ്പിച്ച മുജാഹിദ് മൗലവിമാർ 10 കൊല്ലമായി അവരുടെ മാനസികം പുറത്തു ചാടാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പം മുജാഹിദീങ്ങൾ പറയുന്നത് എന്താണ്? നമ്മൾ കാണാത്ത ആളുകൾ നമ്മെ ശല്യപ്പെടുത്തും, നമ്മൾ കാണാത്ത ആളുകൾ നമുക്ക് സഹായം ചെയ്യും. ഗുരുവായൂരപ്പൻ സഹായിച്ചതിന്റെ കോലമറിയില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ കാണാത്ത ആളുകൾ കാണാത്ത വഴിയിലൂടെ നമ്മെ സഹായിക്കുമെന്ന് ഇപ്പം മുജാഹിദിന്റെ ഒരു വിഭാഗം പറയാം, ഉപദ്രവിക്കുമെന്നും പറയുകയാണ്. അതൊരു സക്കരിയ സുലായിന്റെ വാദാന്നും പറഞ്ഞുകൊണ്ട് മുജാഹിദീങ്ങൾ മടക്കുത്തി പോകണ്ട. ഇത് സക്കരിയ സുലായിയുടെ വാദമല്ല. സക്കരിയ സുലായി സംഗതി അങ്ങനത്തെ ഒരു സാധനമാണ്. തൊട്ടാ ഏട്ടം കുളിക്കേണ്ട സൈസ് ആണെങ്കിലും സക്കരിയാനെ പറ്റി പറയുന്നത് മുഴുവൻ ശരി വെച്ചു കൊടുക്കണ്ട. നമ്മൾ മദ്യം പറയുമ്പോ ന്യായത്തിൽ പറയണ്ടേ. സക്കരിയ സുലായി മാത്രമല്ല, ചങ്ങരംകുളം മുജാഹിദിലെ പണ്ഡിത സഭ, ആ പണ്ഡിത സഭ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമുണ്ട്. എന്താണ് തീരുമാനം? ചെകുത്താൻ നമ്മുടെ മനസ്സിൽ ഒസ്വാസ് ഉണ്ടാക്കും. എന്നാൽ ചെകുത്താൻ ഒസ്വാസ് ഉണ്ടാക്കും എന്ന് മാത്രമല്ല, ചെകുത്താൻ നമ്മുടെ ശരീരത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, ശൈത്താൻ നമ്മുടെ ശരീരത്തിൽ ദ്രോഹങ്ങൾ ഉണ്ടാക്കും. എങ്ങനെ അറിയില്ല, എന്തുകൊണ്ട് അറിയില്ല, പക്ഷേ ദ്രോഹം ഉണ്ടാക്കും. ശിർക്ക് വരുന്നില്ല. വഹാബി മൗലവിമാർ അതാ തൗഹീദിനെ മാറ്റി പുനഃസ്ഥാപിക്കുകയാണ്. അങ്ങനെ പുനഃസ്ഥാപിച്ച് ഒപ്പിട്ട ആളുകളുടെ കഥ ഒരു മുജാഹിദ് മൗലവി വിശദീകരിക്കുകയാണ്. അടുത്തത്, ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. അടുത്തത്, പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. ഏറ്റവും വലിയ സംഗതി എന്താ? പിശാച് ശരീരത്തിൽ പ്രവേശിക്കുന്നതല്ല. ഏറ്റവും വലിയ സംഗതി മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി, നാലും ഒരു മഹാന്മാരല്ലേ, ഓരെ വിളിച്ചൂടെ, എന്നാ പിന്നെ വിളിച്ചോ മൊയ്തീൻ ശൈഖേ. ഇതേ മുജാഹിദീങ്ങൾ തന്ത്രപരമായി കുഞ്ഞാടുകളിൽ നിന്ന് തൗഹീദിനെ മാറ്റി സ്ഥാപിക്കണം. അപ്പൊ അതിലേക്ക് അനുയായികളുടെ ശ്രദ്ധ പോകാതെക്കാൻ മുജാഹിദീങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ ഒരു വാക്കുണ്ട്. മഹാന്മാരെ പുറം കയറിയ മുജാഹിദീങ്ങൾ അവിടെ അടങ്ങിയിരുന്നു. അതിനും വേണ്ടി 4 ഔലിയാക്കളെ ചവിട്ടിത്തേക്കാൻ വേണ്ടി മൗലവി അടക്കൊന്ന് ശ്രമിച്ചതാണ്. അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി ശിർക്കിലും ബിദ്അത്തിലും ഹറാമിലും എത്തിക്കുക, ഇതാണ് ഏറ്റവും വലിയ സംഗതി. അതിനെതിരില്ല നമ്മുടെ മുഖ്യ പടയോട്ടം. എന്നിട്ട് അതേ തീരുമാനത്തിൽ പറയാണ്, എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. എങ്ങനെ അറിയില്ല, എന്തുകൊണ്ട് അറിയില്ല. കത്തിയോണ്ട് വെട്ടിയ മുറിയാകണത് അറിയാം. ശൈത്താനയില അവിടെ കയറിയിട്ട് വിത്തന ഉണ്ടാക്കലെന്ന് അറിയില്ല. അറിയാത്ത രൂപത്തിൽ അപകടം വരാം, അറിയാത്ത രൂപത്തിൽ സഹായവും വരാമെന്ന് പിന്നെ മൗലവി വേറെ പറയും. തീർന്നില്ല. റുഖ്യയുടെ ഭാഗമായി അടിക്കുക പോലെയുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ട
മറ്റൊന്നല്ല അടിച്ചർക്കുക എന്ന് പറയും. അത് പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല, ശരീരത്തിൽ ബാധിക്കും. അതിന് റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ ഭാഗമായി അടിക്കുക തീരുമാനങ്ങൾ വളരെ കൃത്യമായി ഈ കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചു. KNM അംഗീകരിക്കുകയും ആ കാര്യം വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാന കൗൺസിലിൽ പറയുകയും ചെയ്തു. ഇതിൽ ഒപ്പിട്ടത് സി കുഞ്ഞു മുഹമ്മദ് അലി പറപ്പൂർ, TN അബ്ദുൽ ലത്തീഫ് മദനി, M അബ്ദുറഹിമാൻ സലഫി, KK സക്കരിയ സുലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, ഷമീർ മദീനി, ശംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇങ്ങനെ വളരെ കൃത്യമായ തീരുമാനം ജനസമക്ഷം അവർ അവതരിപ്പിച്ചു കൊടുത്തു. കണ്ടങ്ങള് അബൂജഹലല്ലാത്ത എല്ലാ മൗലവിമാരും അതിലുണ്ട്. ഇത് കേവലം ഒരു സക്കരിയ സുലാഹിയുടെ വാദമായി ചിത്രീകരിച്ചുകൂടാ. അറിയാത്ത രൂപത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കാനും സഹായിക്കാനും ലോകത്ത് അള്ള വെച്ച അടിമകൾ വേറെയുണ്ട്. അവരിലൂടെ ഉപകാരവും കിട്ടാം ഉപദ്രവവും കിട്ടാമെന്ന് ചങ്ങരംകുളം മുജാഹിദ് യോഗം കൂടി തീരുമാനിക്കുകയാണ്. തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ ഉപദ്രവിക്കണ കഥയാ പറയാം. അപ്പോ ഉപദ്രവം വന്നാൽ എന്ത് ചെയ്യണം? റുഖിയ ശർഇയ്യ നടക്കണം. അടിക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല. ഇത് മുജാഹിദീങ്ങൾ ഒപ്പിട്ടിറക്കിയപ്പോ ചങ്ങരംകുളം മുജാഹിദ് തന്നെയുള്ള കുറച്ചാളുകൾക്ക് പ്രതിഷേധം. എന്തുകൊണ്ട്? ചവിട്ടി ഓടിച്ചും അടിച്ചും ചികിത്സിക്കുന്ന കുറെ ജിന്ന് കേന്ദ്രങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. ഇടവണ്ണെന്നും മുണ്ടെങ്കിലും ഒതായിന്നും അവിടേക്ക് ബസ് കയറാറുണ്ട്. ആ പണ്ടേ സഹോദരന്മാരെ പഴമക്കാര് പറയലുണ്ട്, വെളിയങ്കോടുംബർ മൗലവിന്റെ അരയിൽ മുട്ടിക്കണ്ടം പോലത്തെ ഏലസുണ്ട് എന്ന് പഴമക്കാര് പറഞ്ഞു. പക്ഷേ നമ്മൾ അത്രയും വിശ്വസിച്ചില്ല. ഇപ്പൊ തോന്നുന്നു മൗലവിമാര് പണ്ടേ തടികാക്കാറുണ്ട്. ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ സഹോദരന്മാരെ, ഇത് റുഖിയ ശർഇയ്യ വേണം, അടിക്കാൻ പാടില്ല എന്ന ചില തീരുമാനങ്ങൾ എഴുതി ഇവർ ബുക്കിറക്കിയപ്പോൾ ആ ബുക്കിനെതിരെ ചങ്ങരംകുളം മുജാഹിദിലെ കുറച്ച് മൗലവിമാർ ഒപ്പ് ശേഖരിച്ചു. എന്നിട്ട് പറഞ്ഞു ആ ബുക്കിൽ ചില തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒപ്പ് ശേഖരണം നടത്തിയിട്ട് ജംഇയ്യത്തുൽ ഉലമക്ക് കൊടുത്തു. അപ്പൊ ആ ഒപ്പിൽ ഒപ്പിട്ടവരെ കുറിച്ച് പിന്നെ ചങ്ങരംകുളം മുജാഹിദിലെ ജിന്ന് വിരോധികൾ പറഞ്ഞ വാക്കും വിശദീകരണവും സക്കരിയ സുലാഹി വിശദീകരിക്കുകയാണ്. ഇറക്കിയ പുസ്തകത്തെ സംബന്ധിച്ച് 38 പേർ ഒപ്പിട്ടൊരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിനെ പറ്റി ഇപ്പൊ എന്താ പറഞ്ഞറിയോ? 38 പോത്തുകൾ. ഇന്നലെയും പറഞ്ഞത്രേ വയനാട്ടിൽ നിന്ന് ഹംസ ബാഖവി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരള ജംഇയ്യത്തുലമയുടെയും KNMന്റെയും വിശദീകരണ യോഗം നടക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ പ്രബോധകന്മാരായ 38 ആളുകൾ, അബ്ദുല്ല സുല്ലമി, ആമയൂർ, സുഹൈർ ചുങ്കത്ര, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി, ആറഞ്ചേരി. സുഹൈർ ചുങ്കത്തറിനൊക്കെ നാട്ടുകാർ അങ്ങനെ വിളിക്കാൻ പൂതില്ലായിട്ടല്ല, പക്ഷേ മാപ്പിളാരെ കോലത്തിലാണല്ലോ വിചാരിച്ച് വിളിക്കാൻ പേടിച്ചതാ. നിങ്ങൾ തന്നെ ഇജാസത്ത് തന്നാല് നാട്ടുകാർ വിളിച്ചോളും. അബ്ദുർ റഊഫ് നദ്വി, അബ്ദുൽ അമീദ് സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി എന്ന് തുടങ്ങി ഷാഫി സലായി, സാജി തിരൂരങ്ങാടി, നമ്മുടെ ഈ പ്രസംഗ പ്രബോധന രംഗത്തുള്ള ഒരുപാട് ആളുകൾ അവരെല്ലാരും ഒപ്പിട്ട് കൊടുത്തിന് 38 പോത്തുകൾ. ഇവിടെ അങ്ങാടിയിലെങ്കിലും ഒരാളെ പോത്തെ. ഇനി രസം എന്താ അറിയോ? ഷാഫി സ്വലാഹി എന്ന മൗലവിന്റെ ബാപ്പയാണ് ഈ ഒപ്പിട്ട് കൊടുത്ത ഷാഫി സ്വലാഹിനടക്കം പോത്ത് എന്ന് വിളിച്ചത്. മൊത്തമായി പോത്ത് എന്ന് വിളിച്ചു മാത്രമല്ല, ഈ ബാക്കവി പറഞ്ഞത്രേ ഇന്റെ ഒരു മകനും ഉണ്ടായില്ലേ. അപ്പൊ സക്കരിയ സുലാഹി പറയാം, മകൻ പോത്താണെങ്കിൽ ബാപ്പാരാ. അവരെല്ലാരും ഒപ്പിട്ട് കൊടുത്തിന് 38 പോത്തുകൾ. ഇവിടെ അങ്ങാടിയിലെങ്കിലും ഒരാളെ പോത്തേന്ന് വിളിക്കോ? സാധാരണ പൊട്ടന്മാരെ നോക്കിയല്ലാതെ പോത്ത് എന്ന് വിളിച്ചാൻ പറ്റും. സാധാരണ അങ്ങാടി മാർക്കറ്റിൽ പണിയിരിക്കണോ മറ്റത്തിനെ പോത്തേന്ന് വെച്ചാൽ ദേഷ്യം പിടിക്കൂലേ? എന്നാൽ പണ്ഡിതന്മാരായ 38 പേര് ഒപ്പിട്ട് കൊടുത്തിട്ട് ദായിമാരായ ആളുകളും പണ്ഡിതന്മാരായ ആളുകളും കൂടി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇയാൾ പറയാം 38 പോത്തുകൾ. ഒരു ബാക്കവിയാ കയറിയിട്ട് പറയണത്. അതിലൊരു മകൻ എന്റെ ഷാഫി സലാഹിയാണ്, ഓനാണ് ഒരു പോത്ത്. അപ്പൊ തൃശ്ശൂരിന് സദസ്യർക്കല്ല, അപ്പൊ നിങ്ങളോന്ന് ചോദിച്ചു മരപ്പോത്ത് എന്ന് പറയണ അതിലിപ്പോ എന്താ സംശയം? പക്ഷെ ഞമ്മക്കത് പറയാൻ പറ്റൂല കേട്ടോ. നമ്മൾ ഏത് കിതാബ് ഓതി പഠിച്ചുകൊണ്ട് ഞമ്മക്ക് നമ്മളെ മലയാളം വേറെ തന്നെ പറയാം. പക്ഷെ ആ ചോദ്യത്തിന് കൊടുക്കേണ്ട മറുപടി മകൻ പോത്താണെങ്കിൽ പാപ്പ മരപ്പോത്ത്. സഹോദരന്മാരെ, അപ്പോ വിഷയം അതിലൂടെ പോകണ്ട. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഒരു കാലത്ത് അഭൗതികമായി കാണാത്ത രൂപത്തിൽ നമുക്ക് ഖൈറും ഷർറും വരുത്താൻ അള്ളാഹു ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കക്ഷികൾ അറിയാത്ത രൂപത്തിലുള്ള പൈശാചികമായ ഷർറ് സമ്മതിക്കുകയാണ്. ഷർറ് മാത്രമല്ല, ഖൈറും വരുമെന്നാണ് മുജാഹിദ് മൗലവിമാര് പ്രസംഗിച്ചത്. സക്കരിയ സുലാഹി പറയുന്നു, ജിന്ന് നമ്മെ സഹായിക്കും. ജിന്നിന്റെ ആളുകളെ ജിന്നുകൾ സഹായിച്ചുകൊണ്ടേയിരിക്കും.
ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. എന്നാ പിന്നെ നമ്മളെ വിശ്വാസം ഒരു കഴിവ് ആർക്കും ഇല്ലാന്ന. മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ജിന്നുകൾക്ക് അള്ള കൊടുത്ത കഴിവാണെങ്കിൽ മരിച്ചു പോയാലും നമ്മെ സഹായിക്കാൻ ഔലിയാക്കൾക്കുള്ള കഴിവ് കൊടുത്തു. അത് ഔലിയാക്കളെ കഴിവിൽപ്പെട്ട കാര്യമാണെന്ന് കൂട്ടിയാൽ ഈ പിത്തന തീരൂലേ മുജാഹിദീങ്ങളെ? എന്തിനാണ് ഈ പൊല്ലാപ്പ് 7 പതിറ്റാണ്ട് കാലം ഈ സമുദായത്തെ എന്തിന് നിങ്ങൾ വട്ടം കറക്കി? ഇനിയോ സഹായിക്കുന്നു മാത്രല്ല, നമ്മൾ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുന്നു, ക്ലിപ്പിടുന്നില്ല. റോഡ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജിന്നിന്റെ കഥ, സുബൈക്ക് വിളിച്ചുണർത്തുന്ന ജിന്നിന്റെ കഥ, തെങ്ങിൽ നിന്ന് തേങ്ങയിടുന്ന ജിന്നിന്റെ കഥ, ഇതെല്ലാം ഒരു കാലത്ത് നിർബാധമായി വഹാബികൾ വിസർജിച്ചതായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ വഹാബി ചരിത്രം. അവസാനമായിട്ടുള്ള ഒരു ലൈറ്റസ്റ്റ് ആയ രൂപം എന്താണ് മുജാഹിദ് മൗലവി പറയുന്നത്? കടന്നുറങ്ങുമ്പോൾ വിളക്കണക്കണം. ഞാൻ ആമുഖമായി പറയുന്നു, മൗലവിമാര് ഇത് പറയുന്നു എന്നത് നമുക്ക് ശരിക്ക് വക നൽകുന്നുണ്ട്. പക്ഷേ പ്രമാണത്തിലുള്ളതിനെ ഒന്നും നമ്മൾ പരിഹരിക്കേണ്ടതില്ല. മുജാഹിദ് മൗലവി പറയുന്നത് എന്താ? വീട്ടിൽ ഉറങ്ങുമ്പോൾ വിളക്കണക്കണം. വിളക്കണച്ചില്ലെങ്കിൽ വീട്ടിലുള്ള എലിയോട് പിശാച് സ്വകാര്യം പറയും. അങ്ങനെ പിശാചും എലിയും പാടെ കൂടിയിട്ട് നമ്മെ ഉപദ്രവിക്കാൻ വരും. അതുകൊണ്ട് വിളക്കണക്കാതെ കിടന്നുറങ്ങരുത് എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിക്കുക. എന്തുകൊണ്ടാണ് വിളക്കണക്കാൻ പറഞ്ഞത്? ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മെനഞ്ഞുണ്ടാക്കേണ്ട കാര്യമല്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സഹീഹാണെന്ന് ഇമാം ഹാക്കിമും ഇബ്നു ഹബ്ബാനും പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ജാഅത് ഫഅറത്തുൻ فجرت الفتيلة فألقتها بين يدي النبي صلى الله عليه وسلم على الخمرة التي كان قائدا عليها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്ന ഒരു വിരിപ്പിലേക്ക് ഒരു എലി ഒരു തീക്കൊള്ളിയുമായിട്ട്, തീയിന്റെ ചെറിയ ഒരു കട്ടയുമായിട്ട് എലി ഇങ്ങനെ വരിക. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് വലിച്ചു കൊണ്ടുവന്ന തീക്കൊള്ളി അവിടെ കൊണ്ടുവന്നിട്ട് അത് ആ ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വിരിപ്പ് കരിച്ചു കളഞ്ഞു എന്ന ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വിരിപ്പ് കരിച്ചു കളഞ്ഞു. ആ തീപ്പൊരി അവിടെ വന്നു വീണ. അപ്പോ എലി കൊണ്ടുവന്നതാ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇദാ നിംതും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫാതുഫിഉ സിറാജകും, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ ഊതി വെക്കണം. ഫഇന്ന ശൈത്താൻ, കാരണം പിശാച് യദുല്ലു മിസ്ല ഹാദിഹി അലാ ഹാദാ, എങ്ങനെയുള്ള ജീവികൾക്ക് അറിയിപ്പ് കൊടുക്കും, മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ, മനുഷ്യനെ കഷ്ടപ്പെടുത്താനും അവനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാച് ഇത്തരം വിവരങ്ങളൊക്കെ ചില ജീവികൾക്ക് കൊടുക്കും. ഫയുഹരിഖകും, അങ്ങനെ നിങ്ങളെ കരിച്ചു കളയും. അവിടെയും പിശാചിന്റെ ചെറിയൊരു പ്രവർത്തനമാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതെങ്ങനെയാ നമുക്കറിയില്ല. അറിയാതെ വിശ്വസിച്ചാൽ എലിനെ ദൈവാക്കലാവൂലേ? എങ്ങനെയാണ് എലിയും ശൈത്താനും യോഗം കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാകാതെ എലിയും ചെകുത്താനും ഇപ്പണി ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ഗുരുവായൂരവനപ്പനെ വിളിച്ച ഹൈന്ദവന്റെ ശിർക്ക് ഈ ഹദീസ് വിശ്വസിച്ച മുസ്ലിമിൽ ഉണ്ടാകുമെന്നല്ലേ മൗലവിമാരെ 7 പതിറ്റാണ്ട് കാലം നിങ്ങൾ പറഞ്ഞത്? അതിന്റെ പേരിലല്ലേ നിങ്ങൾ തൗഹീദിന്റെ പേരിൽ വിവാദം കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? അതും നമുക്കറിയില്ല. ഇങ്ങനെ റസൂൽ പറഞ്ഞു, ഉണ്ടെന്ന് വിശ്വസിക്കുക, ഇല്ല എന്ന് പറയാൻ, അതിനെതിർ സംസാരിക്കാൻ നമുക്കാർക്കും ബാധ്യതയില്ല, നമുക്കാർക്കും അവകാശവും ഇല്ല. ആ ബാധ്യതയും അവകാശവും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ ബാധ്യതയും അവകാശവും നിങ്ങൾ നിർവഹിച്ച 7 പതിറ്റാണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനും ബുദ്ധിക്കൊക്കെ തെറ്റില്ല എന്ന കാരണത്താൽ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് അതിലേക്ക് ആബാലവൃദ്ധം വിശ്വാസികളെ ആനയിച്ചുകൊണ്ട് ഒരുപാട് വിശ്വാസികളെ നിഷേധികളായി മരിക്കാൻ അവസരം കൊടുത്ത കാലമായിരുന്നു വഹാബിസത്തിന്റെ കഴിഞ്ഞ 7 പതിറ്റാണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദുകൾ മനസ്സിലാക്കണമെന്നാണ് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം മുജാഹിദിന്റെ സ്ഥിതി എന്താ? രംഗത്ത് സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾ ഏറുവാടിക്ക് പോകുമ്പോ, മുത്തുപേട്ടക്ക് പോകുമ്പോൾ മുജാഹിദുകൾ ചെറുവാടിയിലേക്കും ചെമ്പ്രശ്ശേരിയിലേക്കും പോകുന്ന കാലം. ചെമ്പ്രശ്ശേരി എന്ന് പറഞ്ഞാൽ വണ്ടൂരിന്ന് കുറച്ചെണ്ണം പോയാൽ മതി. അവിടെ ഒരു മുജാഹിദ് മൗലവി ഖുർആൻ ഓതി ചികിത്സിക്കുകയാണ്. MBBS പാസ്സായ ഡോക്ടർ കോയല് വെച്ച് പരിശോധന നിർത്തിയിട്ട് കോഴിമുട്ടയും തകിടും വെച്ച് പരിശോധിക്കണ കാലം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന ആത്മവിശ്വാസം മുസ്ലിം കൈരളിക്ക് കൈമാറിയ പണ്ഡിതനാണ് ശൈഖുനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ.
പണ്ടതൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ മന്ത്രിച്ചൂര്യ ഒരു അല്പനാകുമോ എന്നുള്ള തോന്നലുണ്ട്. അല്ല, ഇപ്പൊ അത് അന്തസ്സാന്ന് വിശ്വസിച്ചു. വഹാബികളെ രാത്രികാലങ്ങളിൽ പോയി ചികിത്സിച്ച ചികിത്സകൾ പട്ടാപ്പകൽ വഹാബികൾക്ക് വിളിച്ചു പറയാനുള്ള സാമൂഹിക പരിസരം രൂപപ്പെടുത്തി കൊടുത്തത് മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ നവോത്ഥാന വിപ്ലവമാണ്. കാരണം തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിനെ കണ്ട് വരുന്ന വൈക്കല്ലേ എതിർത്ത് മന്ത്രിച്ചൂതി കൊടുക്കണേ. അപ്പോ മന്ത്രിച്ചൂത്തോണ്ട് ഇതൊന്നും തടസ്സാവൂലെന്ന് ഇപ്പൊ വഹാബിയൊക്കെ ബോധ്യപ്പെട്ടു. എന്നാ പിന്നെ കണ്ടതൊക്കെ കുറച്ചാണ് പറഞ്ഞാള് എന്നോട്ട് വഹാബികൾ എത്തിയെന്ന് മാത്രമല്ല, ചികിത്സ സാകല വാളെടുത്തവർ മുഴുവനും വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ എല്ലാരും ചികിത്സ തുടങ്ങി. സാക്ഷാൽ സക്കരിയ സ്വലാഹി വരെ. സക്കരിയ സ്വലാഹി പറയുന്ന ഒരു ചികിത്സ, ഏതൊരു ISMന്റെ പ്രവർത്തകൻ ശൈത്താൻ കൂടിയിട്ട് ആകെ നട്ടം തിരിഞ്ഞ് നടക്കുക. കോഴിക്കോടുള്ള മുഹമ്മദ് ഹസൻ എന്ന മനഃശാസ്ത്രജ്ഞനെ കണ്ടു. മനഃശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? ഒരു തേനിൽ പുരട്ടിയ മരുന്ന് കൊടുത്തു. അതുകൊണ്ട് വയറുവേദന മാറി, ശൈത്താനിളക്കം മാറിയില്ല. അവസാനം ഈ ചെറുപ്പക്കാരൻ സക്കരിയ സ്വലാഹിന്റെ അടുത്ത് മൗലവി പറയാ, നമുക്ക് അതിന് മരുന്നൊന്നുമില്ലല്ലോ ഇവിടെ. നമ്മളെ ജമിയത്തിലും എന്താ ഇതിന് കാട്ടുന്നത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആരാത് കൂട്ടര്? ഖുർആനും സുന്നത്തുക്കും നാട്ടുകാരെ മുഴുവൻ നായാട്ട് നടത്തി വിളിച്ചു കൂട്ടിയ മുജാഹിദീങ്ങള് ഇതുവരെ ശൈത്താൻ കൂടിയ എന്താ കാട്ടേണ്ടത് എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സാധു പറയണേ, ഞാൻ ഗൾഫ് പോയപ്പോ കുറച്ച് മരുന്നുണ്ടെന്ന്. എന്താണ് ആ മരുന്ന് അറിയോ? അത് അവിടുത്തെ മൗലവിമാര് മന്ത്രിച്ചൂതി CD ആക്കി. ഇവിടുന്ന് കിട്ടായിട്ട് അവിടുന്ന് CD കൊണ്ടെന്ന് വെച്ചിനി ഞാൻ. അങ്ങനെ ഈ കുട്ടി വീട്ടിൽ വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? എന്റെ കമ്പ്യൂട്ടറിൽ ആ മന്ത്രിച്ചൂതിനെ CD കൊടുത്തു. അപ്പോ ഇതിന് കുട്ടി ഇളകാൻ തുടങ്ങി. കുട്ടി ഇളകിയപ്പോ എനിക്ക് ബേജാറ് തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആയത്തിനെ കുറിച്ച് ഓതികാണ്ട് ഇന്നെ തന്നെ ഊതാൻ തുടങ്ങി. അത് ഇങ്ങോട്ടൊക്കെ വന്നാലോ എന്ന് കരുതിയിട്ട്. അടുത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ തന്നെ ഫറൂഖിലുള്ള ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടെ നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന് കേഫിന് CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ നിന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. പാവങ്ങളെ പൊന്നാര ചെങ്ങായി ആ ഏറുവാടി ഒന്ന് പോയി നോക്കണ്ടേ? പൊന്നാര ചെങ്ങായി ഖലീൽ തങ്ങൾ പാപ്പാന്റെ അടുത്തും പാണക്കാട് തങ്ങൾ പാപ്പാന്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ? സാധു പറയാ, അവിടെ അതിന് ചികിത്സയൊന്നുമില്ലല്ലോ. 70 കൊല്ലം വഹാബികൾ നരകിച്ച നരകയാതന നോക്കിങ്ങൾ വിവരക്കേടിന്റെ ഊക്കൊണ്ട്. റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവന് ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാറ്. വല്ല ചേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിച്ചു കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ആട് നോക്കാൻ നിങ്ങൾ ഒരു പെരുന്നാക്കി നമ്മളെ ടൂറിൽ പോരണ്ടേ? ശൈത്താൻ ഇളകള് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി. ഒന്നും നിൽക്കുന്നില്ല. അതിപ്പം ചാടി അങ്ങ് എണീറ്റ് പാടി എന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ടിങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി, എന്താടാ നീ കാണിച്ചേ? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, നൂറിന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന എന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുഖ്യ നടത്തി വെച്ചു? ഞാൻ റുഖ്യ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോല എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ ഇളകൂല്ലോ.
എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോൾ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യേണ്ടതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജന്മത്തിലും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. 80 കൊല്ലം ഇടി കൂടെ ഖുർആനും സുന്നത്തും തെരഞ്ഞു നടന്നിട്ട് എന്താണ് ഈ പ്രതിസന്ധിക്ക് ഒരു കാരണമെന്ന് നമ്മളെ ജമിയത്തിലും അതുവരെ പഠിച്ചിട്ടില്ല. കാരണം 10-20 അബൂജഹലിനെ വിമർശിച്ച ആയത്തല്ലാതെ ഈ മൗലവിമാരുടെ കയ്യിൽ 21ാമത്തെ ആയത്ത് വേറല്ല. അത് മനസ്സിലാക്കണം സമുദായം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പൊ എന്താ, അപ്പോഴാണ് ചെമ്പ്രശ്ശേരിയിലെ ചികിത്സകനെ സക്കരിയ സുലായി പറഞ്ഞു കൊടുക്കണം, ഇന്ന സ്ഥലത്തൊരു ചികിത്സകാരിയുണ്ട്, ആ ചികിത്സക്കാരിന്റെ അടുത്ത് പോയാൽ സംഗതി മാറിക്കുട്ടിക്കൂടായില്ല, ഒന്ന് പോയി നോക്കിക്കളാ. അത് സക്കരിയ സുലായി 10 കൊല്ലം പ്രസംഗിച്ചു നടന്ന കാലത്ത് സക്കരിയാക്ക് ഹലോലുയ്യ പാടിയ മുജാഹിദ് മൗലവിമാർ അനസ് മൗലവിയും കായക്കൊടിയും ഒക്കെ ഇപ്പോ അവർ തമ്മിൽ പിളർന്നു. അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ വരാം. ആ പിളർപ്പിന്റെ ഭാഗമായി അനസ് മൗലവി ഇങ്ങനെ ചെമ്പ്രശ്ശേരിയിലേക്കും അതുപോലെ ചില കേന്ദ്രങ്ങളിലേക്ക് ചികിത്സക്കാളെ വിട്ടത് അനസ് മൗലവി വിമർശിച്ചുകൊണ്ട് അനസ് മൗലവി പറയുന്ന എന്താ, സംഗതി ശൈത്താൻ ശല്യപ്പെടുത്തുമെന്ന് മുജാഹിദ് മൊത്തം സമ്മതിച്ചു. പക്ഷേ ശൈത്താൻ സോക്കേടുണ്ടായ അതിനൊരു പരിഹാരം വേണ്ടേ? സൂചി അടിച്ചുകൊണ്ട് ഇപ്പൊ അതിന് പരിഹാരമാവില്ലല്ലോ, മയക്കി കിടത്താനല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അനസ് മൗലവി പറയാ, അതിന് എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? അതിന് ചികിത്സാരിനെ തരേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമ്മൾ ഫാത്തിഹ സൂറത്ത് പഠിച്ചിട്ടില്ലേ, നമ്മളാണ് മന്ത്രിക്കണം. കേട്ടാ ഇളകണ മനുഷ്യൻ എങ്ങനെയാ പിന്നെ ഇത് ഓതാൻ നിൽക്കുക? നമ്മളൊന്ന് ആലോചിച്ചു. ഇത് ആയത്ത് ബിസ്മി തുടങ്ങുമ്പോത്തിന് ഇപ്പൊ ഇളകുക. ഈ ഇളകണോന് പിന്നെ ബിസ്മില്ലാഹി പൂർത്തിയാക്കാൻ കഴിയോ? ബുദ്ധിയില്ല, വിവരമല്ല, പിന്നല്ലേ ഖുർആനും സുന്നത്തും. എന്നിട്ട് മുജാഹിദ് മൗലവി പറയണ, ഒരു സ്വഹാബി ഒരു വഴിയിലൂടെ പോയപ്പോ ഒരാളെ ചങ്ങലക്കിട്ട്, ആ ചങ്ങലക്കിട്ട ആളെ കണ്ടപ്പോ ഈ സ്വഹാബി അവിടെ ചെന്ന് മന്ത്രി ചൂതി സോക്കട് മാറ്റി കൊടുത്തു. ഈ സോക്കട് മാറി ആള് പിന്നെ എവിടുക്കാ പോകേണ്ടത്? പിന്നെ എവിടേക്കെങ്കിലും പോകണമെന്ന് ഇവിടെ വാദമല്ലല്ലോ. സോക്കട് മാറിയാ പിന്നെ അവനവിടെ കുതിർന്നാ മതി. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഈ സ്വഹാബി അങ്ങോട്ട് ചെന്ന് ഊതി കൊടുത്തോണ്ട് സംഗതി മാറി. ഖലീൽ തങ്ങൾ പാപ്പാക്കും പാണക്കാടങ്ങൾക്കൊക്കെ ഇങ്ങനെ ചികിത്സ ഉള്ളവരെ വീട്ടിൽ മുഴുവൻ പോകാൻ കഴിയും. അപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. അതിനെയാണ് വഹാബികൾ വിമർശിച്ചത്. അപ്പൊ അനസ് മൗലവി പറയാണ്, എന്താ പറയണത്, ഞമ്മക്ക് തന്നെ ഫാത്തിഹ സൂറത്ത് അറിയില്ലേ, പിന്നെന്തിനാ നമ്മൾ പോണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു സഹാബി നബിയിലേക്ക് വന്നു. എന്നിട്ട് കുറച്ച് ദീൻ പഠിച്ച് മടങ്ങിപ്പോവുകയാണ്. വഴിയിൽ ഒരാൾ ചങ്ങലക്കിട്ടിരിക്കുന്നു. ആള് എന്ന് ചോദിച്ചു, മന്ത്രിക്കോ എന്ന് ചോദിച്ചു. ആ സഹാബി ചെന്നു. എന്നിട്ട് എന്താ ഓതിക്കൊടുത്തത്? എന്താ? സൂറത്തുൽ ഫാത്തിഹ ഓതി ഊതി അയാളെ ഭ്രാന്ത് മാറി. ഇതല്ലേ ഹദീസ്? ഇനി എങ്ങോട്ടാ പോകണ്ട ഇയാള്? എവിടേക്കും പോകണ്ട. കാരണം അയാളെ എടുത്തിട്ട് അങ്ങോട്ട് മന്ത്രിചൂതൻ ആള് ചെന്നിട്ട്, അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ചങ്ങായി ഇന്നോടത്ത് കാണ്ട് പോകേണ്ടി വരൂലേ? അല്ലെങ്കിൽ 70 കൊല്ലം മുജാഹിദീങ്ങൾ മാനസികം പിടിച്ച് മരിച്ച മാതിരി മരിച്ചേണ്ടി വരും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ഭ്രാന്ത് മാറിന് എങ്ങോട്ടാ പോകേണ്ടത്? ഏത് കേന്ദ്രത്തിലേക്കാ പോകേണ്ടത്? ഭ്രാന്ത് മാറിയാൻ പെരയിലിരുന്നാ മതി, എവിടേക്കും പോണ്ട. ആ പറച്ചിലൊരു ഭ്രാന്താണ്. അത് കേടരാത്തെ നന്നാക്കിന്റെ തകരാറാണ്. എന്നാൽ സഹോദരന്മാരെ, തമാശ അവിടെയും നിൽക്കണില്ല. അനസ് മൗലവി സക്കരിയ സുലാഹി ചികിത്സക്ക് വിട്ടതിനെ വിമർശിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ അനസ് മൗലവിയോട് സക്കരിയ സുലാഹിയുടെ വാണിങ് എന്താ? വാണിങ്, ഡോക്ടർ സുബൈർ ഗൾഫിൽ നിന്ന് വരാൻ നിൽക്കുന്നുണ്ട്. ഡോക്ടർ സുബൈർ വിളിച്ചിരുന്നു. ഡോക്ടർ സുബൈർ വന്നാ പറയാൻ നിൽക്കാണ്. എന്താ അനസ് മൗലവി ചികിത്സനെ തള്ളിപ്പറയുന്നുണ്ടോ? അനസ് മൗലവി എന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, ചികിത്സ തേടിയിട്ടുണ്ടല്ലോ, വന്ന കാർ നമ്പർ അറിയാലോ, വന്ന ആൾ ആരാ കൂട്ടിക്കൊണ്ടുവന്നത് എന്നറിയാലോ, ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കാണ്. എന്നിട്ട് കുറച്ച് പറയാണ്ട് അനസ് മൗലവി മാത്രമല്ല, ഒരുപാട് മൗലവിമാര് വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഫാത്തിഹ സൂറത്ത് മനപ്പാടം പഠിച്ചോല് മാത്രമല്ല, ഖുർആൻ മൊത്തം മനപ്പാടം പിടിച്ച ആഫിലിങ്ങളുണ്ട്. ഓരോന്റെ അടുത്ത് വന്ന് ഇന്നെക്കൊണ്ട് ഓടിച്ചിട്ട് ഈ ഇളകണോ ഊതാൻ കഴിയോ? കേട്ടാത്തന്നെ ഇളകണോ? പിന്നെ എങ്ങനെ ഓതുമ്പോ അടങ്ങിക്കുക? ാത്തതുകൊണ്ട് അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ? സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടി പറയും, പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിലീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിനോട് പറഞ്ഞേക്ക്. അങ്ങനെ ഡോക്ടർ മൗലവി വരട്ടെ,
വന്നിട്ട് എല്ലാവരും പറയട്ടെ. എന്താ കാര്യം എന്നറിയങ്ങള്, ഞങ്ങൾ പണ്ട് ആൾക്കാരോട് പറഞ്ഞ് ഈ മൗലവിമാരൊക്കെ അന്തിക്ക് ചൂട്ടും കടിച്ച് തങ്ങന്മാരെടുത്ത് മന്ത്രിച്ചൂടാൻ പോകലുണ്ട് പറഞ്ഞാല് സാധാരണ മുജാഹിദീങ്ങൾ ഉടുമുണ്ട് മടക്കി കുത്തിയിട്ട് മുസ്ലിയാര് ഖുറാഫാത്ത് കുട്ടികളെ പോറ്റാൻ പറയുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വാതിലടച്ചോല. ഞങ്ങൾ പറഞ്ഞ ഇച്ച വിശ്വസിക്കൂല. അപ്പോ ഡോക്ടർ സുബൈർ എന്നാണ് പറഞ്ഞാട്ടെ, എല്ലാരും പറയും 3 മാസം ഞങ്ങളെ തൗഹീദിന്റെ ക്യാമ്പയിനുണ്ട്, ക്ലിപ്പ് കുനുകുനേനെ ഞങ്ങൾ കേൾപ്പിച്ചോളാം. കണ്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂന്നാക്കിയിട്ട് സക്കരിയാത്തലായി അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, ഇനി പറയുന്നത് അതിലും വലിയ തമാശ. എന്താ പറയുക, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ജില്ലാ സെക്രട്ടറി കുറച്ച് പെണ്ണുങ്ങളെയും കൂട്ടി അജ്ജിന് പോയി. അജ്ജിന് പോയോട്ടുന്ന അജ്ജുമത്താത്താക്ക് ചെയ്ത്താനിളകിയപ്പോൾ ജില്ലാ സെക്രട്ടറി ചെയ്ത്താനിളക്കി പറഞ്ഞയക്ക്. അങ്ങനെ ചെയ്ത്താനിളകുന്ന താത്താനോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, അതുമല്ല ചെയ്ത്താനെ പോണം, അള്ളാന്റെ ശത്രു ഇറങ്ങിപ്പോണം. അപ്പോ ചെയ്ത്താൻ ഈ പെണ്ണ് അഥവാ ചെയ്ത്താൻ പെണ്ണിലൂടെ സംസാരിക്കുക. ഈ പെണ്ണ് പറഞ്ഞത്രേ, സുന്ദരിയായ പെൺകുട്ടികളെ നോക്കി സന്തോഷിക്കാനേ, അതായത് ഞാൻ പോയിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാനില്ലേ, നടക്കൂല. ഇനി രസം കാര്യങ്ങള് അതിലും വലിയ രസമുണ്ട്. ഇത് ആ മൗലവിയുടെ മുന്നിൽ ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞപ്പോ ആ മൗലവി പറഞ്ഞത് സംഗതി ജിന്നന്യാട്ടോ. എന്തേ കാരണം, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കല്ലിക്കണ്ടി എന്ന മുജാഹിദ് മൗലവിയുടെ മനസ്സിലുള്ള കഥ ജിന്നളകിയ പെണ്ണ് വിളിച്ചു പറഞ്ഞപ്പോൾ മറിഞ്ഞ കാര്യം ജിന്നറിഞ്ഞുപോയി എന്ന കാര്യം കല്ലിക്കണ്ടിക്ക് ബോധ്യപ്പെട്ടു. കാരണം അയാളെ മനസ്സിലുള്ളതല്ല ഈ പമ്പർന്നോള് പറഞ്ഞത്. മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസുണ്ട്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണില്ല, അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിലാരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, സേക്കലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിങ്ങനെ നോക്കി രസിക്കല്ലേ, പറയുന്നത് ചെയ്താനാണ്. ബാക്കിയും പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പായത് ജിന്നാണ്. കാരണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവാർ. ശൈഖ് ജീലാനി തങ്ങളുടെ കറാമത്ത് അംഗീകരിച്ചു കൊടുക്കാൻ അഹന്ത സമ്മതിക്കാത്തതിന്റെ പേരിൽ ഈ വിശ്വാസത്തിന്റെ വൃത്താന്തം വിട്ട വഹാബികളെ സാധാരണ മുജാഹിദുകളെ സ്നേഹത്തോടെ വിളിക്കുന്നു. തെറ്റിദ്ധരിച്ചു പോയവരാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയവരാണ്. തിരിഞ്ഞു നടന്നോളൂ വിശ്വാസത്തിലേക്ക്, മാനക്കേട് ചിന്തിക്കേണ്ടതില്ല. ഹജ്ജിന് പോയ ആളുകൾ പറഞ്ഞതാ, തെളിവാണെങ്കിൽ ഞാൻ ഇവിടെ ഹാജരാക്കും. ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇസ്യാക്കലിനെ. കാരണം എന്താ അറിയോ, ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ട് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആർക്ക് മനസ്സിലായി നാം പറയുന്നത്? മനുഷ്യ കഴിവിന്റെ പുറം മനുഷ്യനെ കാണാത്ത രൂപത്തിൽ, മനുഷ്യനറിയാത്ത രൂപത്തിൽ ഖൈറും ഷർറും വരുത്താൻ അല്ലാഹുവിനല്ലാതെ കഴിയില്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ ഖൈറും ഷർറും വരുത്താൻ മനുഷ്യനറിയാത്ത കാരണങ്ങൾ അല്ലാഹു വെച്ചിട്ടില്ല എന്നും പറഞ്ഞു ബുദ്ധി അംഗീകരിക്കാത്തതിന്റെ പേരിൽ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ കക്ഷികളാണ്. അവരിൽ നിന്നൊരു വിഭാഗമാണ് ഇപ്പൊ പറയുന്നത്. നമ്മളറിയാതെ നമ്മെ ഷർറ് വരുത്താൻ ആളുകളുണ്ട്, നമ്മൾ കാണാത്ത രൂപത്തിൽ നമുക്ക് ഖൈറ് വരുത്താനും ആളുകളുണ്ട്. അതേ 7 പതിറ്റാണ്ട് കാലം മുസ്ലിം മുഖ്യധാരയോട് ശിർക്കിന്റെ കൊലവിളി നടത്താൻ വഹാബികൾ നിർമ്മിച്ചെടുത്ത മതയുക്തിവാദത്തിന്റെ അടിവേര് കുഞ്ഞാടുകൾ എടുത്തുന്ന് മാത്രല്ല, വയനാട് ചുരത്തിലേക്ക് വീണ്ടും നിങ്ങളെ ക്ഷണിക്കട്ടെ. ആ വയനാട് ചുരത്തിലെ ബ്രേക്ക് പൊട്ടിയ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി സഹായത്തിനെത്തുന്ന വഴിയറിയില്ല എന്നതാണ് ശിർക്കിന്റെ കാരണമെന്ന് പറഞ്ഞു. അങ്ങനെ അറിയാത്ത രൂപത്തിൽ സഹായത്തിന് ആരോടും തേടിക്കൂടാ, സഹായത്തിന്റെ രൂപമറിയാതെ ആരോടും അർത്ഥിച്ചുകൂടാ. അങ്ങനെ അർത്ഥിക്കപ്പെടുമ്പോൾ അർത്ഥിക്കപ്പെടുന്ന വ്യക്തിയിൽ ആരാധന വെച്ച് ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ ചെറുക്കാരോടിച്ച കക്ഷികൾ ഇപ്പൊ പറയുന്നതെന്താണ്? ഇപ്പൊ പറയുന്നത് വിജന
വിജനമായ പ്രദേശത്ത് വെച്ച് വിളിക്കാം. ആരെ വിളിക്കാം? ജിന്നിനെ വിളിക്കാം. സഹായത്തിന് മലക്ക് വരാം. അല്ലേ, വയനാട് ചുരത്തിലെ ബ്രേക്ക് പൊട്ടി, പരിസരത്ത് JCB ഇല്ല, ക്രെയിനില്ല, മാപ്പിളക്കലാസികളില്ല, ആരും തന്നെ ആംബുലൻസോ ഫയർഫോഴ്സോ ഇല്ല. അവിടെ വെച്ച് ആരെ വിളിക്കാം? മണ്ടിയേരിയോ എന്ന് പറയുമ്പോൾ ജിന്ന് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം, മലക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതേ, കാണാത്ത അറിയാത്ത ആളുകളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നത് പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യമല്ലേ? അഭൗതിക കാര്യമല്ലത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ടൊരു കാര്യമാണ്. ബാക്കി പറയട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോ ഗുരുവായൂരപ്പനെ വിളിച്ചപ്പോ ശിർക്കായത് ഗുരുവായൂരപ്പൻ അവിടെ മറക്കപ്പെട്ട ആളാണ് എന്നുള്ളതല്ല, മരണപ്പെട്ട ആളാണ് എന്നുള്ളതല്ല. പിന്നെയോ അവിടെ വിളിച്ചത് അള്ളാന്റെ അടിമയെ അല്ല, ഇബാദുള്ളയെ അല്ല, പിന്നെ ജിദ്യത്വം ആരോപിക്കപ്പെട്ടയാളെയാ. അതാണ് ശിർക്ക് വരാനുള്ള കാരണം. എന്നാൽ ഇവിടെ ഈ വിളി തൗഹീദാവുകയാണ്. അള്ള വെച്ച ഭൗതികമായ കാവൽക്കാരിൽ നിന്നുള്ള സഹായമാണ്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വീണ്ടും കുലുമാൽ. അതെന്താ? അപ്പോ വിജനപ്രദേശത്ത് വെച്ച് നമ്മെ സഹായിക്കാൻ ജിന്നോ മലക്കൊക്കെ ഉണ്ടാവാം എന്ന് മുജാഹിദീങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ മുജാഹിദ് കുട്ടികൾ മൗലവിമാർക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി. എന്താ ഫോൺ ചെയ്തത്? അല്ല മൗലവി, നമ്മളിപ്പോ ഇങ്ങനെ ഒരു കിണറ്റിന്റെ വക്കത്ത് കൂടെ പോകുമ്പോ ആ കിണറ്റിക്ക് നമ്മളാണ് വീഴാൻ പോയാൽ അവിടുന്ന് മണ്ടി അരിയോന്ന് നമ്മൾ പറയലോ. അങ്ങനെ മണ്ടി അരിയോന്ന് പറയുമ്പോൾ അവിടെ ജിന്ന് സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റൂലാന്ന വാദം. കാരണം എന്തുകൊണ്ട്? മലക്ക് സഹായിക്കണ കോല അറിയില്ല. പറ്റൂലാന്നാണ് വാദം. ജിന്ന് സഹായിക്കണ കോല അറിയില്ല. അതുകൊണ്ടാണ് കുളത്തുനിന്ന് മൊയ്തീൻ ശൈഖിനെ വിളിച്ചപ്പോ പേരോടുത്തത് മുശ്രിക്കായത്. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദൈവാന്ന് പേരോടുത്തത് വിശ്വസിച്ചിട്ടല്ല, വിശ്വസിച്ചു എന്നുള്ള വാദം മുജാഹിദീങ്ങൾക്കില്ല. പിന്നെ എന്തുകൊണ്ട് ശിർക്ക് വന്നു? ശൈഖ് ജീലാനിയിൽ നിന്ന് ലഭിക്കപ്പെടുന്ന സഹായം ആ സഹായത്തിന്റെ വഴി അറിയില്ല എന്നതാണ്. ആ പ്രശ്നം ഇവിടെയും വരൂലേ മൗലവി? അപ്പൊ കിണറ്റിന്റെ വക്കുന്ന് കിണറ്റിക്ക് വീഴാൻ പോകുമ്പോ മണ്ടിയരിയോ എന്ന് പറയുന്ന കൂട്ടത്തില് മലക്കോ ജിന്നോ സഹായിക്കട്ടെ എന്ന് കരുതാൻ പറ്റുമോ? യെസ് ഓർ നോ പറയാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇതുള്ളൂ. പക്ഷെ മൗലവിന് വാളെടുത്ത് ഇളകി. എന്താ പറഞ്ഞേ? ഞാനൊരു ഹദീസ് പറയാൻ പോവുക. ആ ഹദീസ് ഇതായിട്ട് യാതൊരു ബന്ധമല്ല, കള്ളുടെയും കൈമുട്ടിയ മതി. മൗലവി പറഞ്ഞു ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാണ്ടല്ലോ, മാണ്ടാത്ത ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെ മൗലവി വെച്ചിലപ്പെട്ടി കാവ്യാക്കി രക്ഷപ്പെടുന്ന ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കുന്നത്. അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, അള്ളാന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുകയും അല്ലേ? ഖുർആൻ 59 അധ്യായം 7-ാമത്തെ വചന, ഖുർആനിലെ 49 അധ്യായം 1-ാമത്തെ വചന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും പല ഭാഗത്തും. ഈ പല ഭാഗത്തുനിന്നും ഒരാളെങ്ങനെ ഫോൺ ചെയ്യില്ല അറിയില്ല, അത് വേറൊരു കറാമത്താണ്. നമ്മൾ കിണറ്റിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്. ഈ സദസ്സിലും അങ്ങനത്തെ ആളുണ്ടാവും. ആ സദസ്സിലേ അങ്ങനത്തെ ആളുണ്ടാവുള്ളൂ. കാരണം പേരോടുസ്താദിനെ കുളത്തേക്ക് തള്ളിട്ട കഥ ആ സദസ്സിലേ പറഞ്ഞിട്ടുള്ളൂ. അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തര്, അല്ല നമ്മൾ കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ? അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ കുഴപ്പാവൂലേ? നമ്മളിങ്ങനെ 2 വീലർമ പോവുക, അപ്പൊ നമ്മളെ കാലിങ്ങനെ കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവോ? ചോദ്യം പ്രസക്താണ്. കാരണം മൗലവിനെ ബൈക്കാടോത്ത് നിന്ന് രക്ഷപ്പെടുത്തിയതായി ജിന്ന്. ആ കഥ കേട്ട ആളുകളാ മുജാഹിദീങ്ങള്. അപ്പോ ഈ പിന്നെ ആ എടപ്പാള ബൈക്ക് പോണോടുത്ത് ആ വട്ടപ്പാറ വളവിലെ വളവെന്നൊക്കെ ഒരു ജിന്നൊപ്പം കൂടിയ ഒരു ബൈക്കിന്റെ ബാക്കിൽ ഒരു ജിന്നിനെ കിട്ടിയ നല്ല കാര്യം തന്നെയല്ലേ? ഞാൻ എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാണ്.
ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ആ ചോദ്യത്തിന് മറുപടി ഒറ്റ മൗലവി പറയില്ല. ആ ചോദ്യത്തിന് മറുപടി ഒരൊറ്റ മുജാഹിദ് പറയില്ല. ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരു ദിനം കേരളത്തിലുണ്ടെങ്കിൽ അന്ന് വഹാബീസത്തിന്റെ അവസാന ശവപ്പെട്ടി കാണിയടിക്കുന്ന ദിനമായിരിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയില്ല. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ അറിയോ? ദൗനി മാ തറക്തുക്കും മിന്നമാ അഹ്ലകം മൻ കാന ഖബ്ലക്കും കസ്റത്തു പെട്ടിയിൽ വെച്ച് ആ ഹദീസ് ഈ വിഷയിച്ചൊരു ബന്ധമല്ല. അള്ളാന്റെ അമ്പിയാക്കൾ പറഞ്ഞാൽ ചോദ്യം ചെയ്തൂടാ എന്നത് നമുക്ക് സ്വീകാര്യമായതാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ പ്രമാണമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കേരളത്തിൽ നമ്മൾ ഇപ്പൊ കേട്ടിട്ടുള്ളൂ. അത് മടവൂർ മുജാഹിദ്. എന്നാൽ എടുക്കാത്ത പിരാന്ത, അത് എടുത്ത പിരാന്ത്, മറ്റെടുക്കാത്ത പിരാന്ത. സമയം പോലെ ഞാൻ അതിക്ക് വരാം. അയാളെ അത് പറഞ്ഞിട്ടുള്ളൂ. എന്തേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പോലും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പാടില്ല. ചോദ്യം ചെയ്യപ്പെടാത്തവൻ പഠിച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി. അതല്ല, നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അതിന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖിയറാ. അല്ലാഹു തആല ഒരു തീരുമാനം പറഞ്ഞാൽ പോരാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ വിശ്വാസമുള്ള ആണാണോ വിശ്വാസമുള്ള പെണ്ണാണോ അവർക്ക് പിന്നെ സ്വന്തം അഭിപ്രായമുണ്ടായിക്കൂടാ. അതിനെ പിന്നെ ചോദ്യം ചെയ്തുകൂടാ. അത് പറഞ്ഞതും അവിടെ തന്നെയുള്ളത്. ഇതൊന്നും മുസ്ലിം സമുദായത്തിന്റെ വിഷയമല്ല. മുസ്ലിം സമുദായത്തിന് പേരൂർ ഉസ്താദിനെ മുശീഖാക്കിയ മൗലവിമാര് അവിടെ ജിന്നിനെ വിളിച്ച മുജാഹിദിന്റെ വിധി പറയാം. പിന്നെ മൂപ്പര് പറയാം ആ ലാസ്റ്റ് വിട്ടു കൊടുക്കുക, ആവശ്യമില്ലാത്ത ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ ഇങ്ങനെ ഉരുട്ടി എടങ്ങേറുണ്ടാക്കിയാണ്ട് കൈത്തിലാകുക. എന്താ ദൗനി മാ തറക്തുക്കും മിന്നമാ അഹ്ലകം മൻ കാന ഖബ്ലക്കും കസ്റത്തു സുവാലിഹിൻ വഖ്തിലാഫിൻ അൻബിയാഇഹിം വഇദാ നഹൈതുക്കും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുക്കും ബിഅംരിൻ ഫൗതു ബിഹി മസ്തദ. ദൗനി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ആ ചോദ്യം കണ്ട് ചോദിക്കല്ലേ, മറുപടി ഇല്ലാന്നപ്പ അതിന്റെ ആ ഷുഗറും പ്രഷറും ഒക്കെ ഇളകണീന്റെ മാന. ഞാനും മൗനം വീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലക്കും കസ്റത്തു സുവാലിഹിൻ. അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ആവശ്യമില്ലാത്ത ചോദ്യം. ക്യാൻസർക്ക് വീണ് ജീവൻ പോകാൻ നിൽക്കുന്ന ടൈമാണ് അവിടുത്തെ ചോദ്യം. അത് ആവശ്യമില്ലാത്തത് അവനാന്റെ തടി കാക്കാനുള്ള ചോദ്യം. അത് ബൈക്കിന്റെ ഉള്ളിൽ കാല് കുടുങ്ങി എരപ്പാകാൻ നിൽക്കുന്നിടത്ത ഈ ചോദ്യം. ഇത് ആവശ്യമില്ലാത്തത്. ഇവർ ആവശ്യമില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പിന്നെ ആവശ്യമുള്ള ചോദ്യം? അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ മേലുള്ള ഭിന്നത കൊണ്ടും നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ചോളി. കേൾക്കണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഒറ്റ വഹാബി കണക്കിന് രക്ഷപ്പെടില്ല. ഒക്കെ വള്ളത്തിൽ പോയി നശിക്കണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ വഹാബിസം വള്ളത്തിൽ മുങ്ങും. സഹോദരന്മാരെ, മറുപടി പറഞ്ഞാലും കുടുങ്ങി, മറുപടി പറഞ്ഞിട്ടില്ലേലും കുടുങ്ങി. എന്തൊരു അദാബ്, എന്തൊരു ഇടങ്ങേറ്! ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശക്കല്ല. ഈ കവലയിൽ എന്നെ കേൾക്കുന്ന സാധാരണ മുജാഹിദുകളുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ മിത്രങ്ങളാണ്, അയൽവാസികളാണ്, കുടുംബങ്ങളാണ്, മഹല്ല് നിവാസികളാണ്. എല്ലാരും കുട്ടിയെ കെട്ടിക്കാനും ഒളിയത്തിന്റെ ഇറച്ചിക്കും പോയതാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആഹ്റം അവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് കരുതി നഷ്ടപ്പെട്ടു പോയ മുജാഹിദുകളെ, ഞങ്ങൾ ഈ വാദം പറയുമ്പോൾ പഴയകാലത്ത് ഞങ്ങളെ പണ്ഡിതന്മാര് തെരുവിൽ ചങ്കികീറി പ്രസംഗിക്കുമ്പോൾ പീഡികത്തിണ്ണയിൽ നിന്ന് ചെവി കൊടുക്കാതെ വീട്ടിൽ പോയി വാതിലടച്ച കാലമുണ്ടായിരുന്നു. നിങ്ങളുടെ പൂർവീകരായ മുജാഹിദുകൾക്ക് മനസ്സ് തുറന്ന് ഇത് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അല്ലാഹു ഇപ്പം നിങ്ങൾക്ക് വലിയ അവസരമാണ് തന്നത്. നിങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കോലമെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ ചിലരെങ്കിലും
കേൾക്കണമെങ്കിലും എല്ലാം കേൾക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, കേൾക്കണില്ലെങ്കിൽ ഒന്നും കേൾക്കണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ അടുത്ത ദിവസം ഇടവണ്ണയിൽ നിന്ന് മുജാഹിദ് ഗ്രൂപ്പ് യോഗി ഒഴിഞ്ഞ് തിരിച്ചു പോരുന്ന ഒരു സാധാരണ മുജാഹിദിനോട് ചോദിക്കപ്പെടുമ്പോൾ, അല്ല സുഹൃത്തെ, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്? നിന്റെ തൗഹീദ് ഇതൊക്കെയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഈ തൗഹീദ് നിരർത്ഥകമാണെന്ന് മനസ്സിലായില്ലോ? ആ സമയത്ത് ആ നിഷ്കളങ്കനായ മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞ മറുപടി, ഉസ്താദേ, ഇവർ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത് തിരിച്ചറിയാൻ നിങ്ങളുടെ പൂർവീകരായ മുജാഹിദുകൾക്ക് കഴിഞ്ഞില്ല. അവർ സുഹൃ നിഷേധിച്ച് മരിച്ചതോ, കണ്ണേറ് നിഷേധിച്ചത് മരിച്ചതോ, ബറക്കത്ത് നിഷേധിച്ചുകൊണ്ട് മരിച്ചതോ. നിങ്ങൾക്കതറിയാൻ അള്ള അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ തറവാട്ടുക്ക് പോലൂടെ? ആ സമയത്ത് ആ മുജാഹിദിന്റെ മറുപടി, മുസ്ലിയാരെ മാനക്കേട് എന്ന് പറഞ്ഞ് ഒന്നില്ലയോ? ഇല്ല ഇല്ല, ആഖിറത്തിന്റെ കാര്യത്തിൽ മാനക്കേട് പ്രശ്നമാക്കണ്ട. ഇവിടെ ആരും ജയിക്കുന്നും തോൽക്കുന്നുമില്ല. ഹക്ക് ബോധ്യപ്പെട്ടാൽ തിരിച്ചുവരൽ മാന്യതയുടെ ലക്ഷണമാണ്. കാര്യം ബോധ്യപ്പെട്ടാൽ ഉൾക്കൊള്ളൊരു തറവാടിത്തത്തിന്റെ അന്തസ്സാണ്, അത് പരാജയമല്ല. പക്ഷേ മാനക്കേട് വരാനുണ്ട്. യൗമയാവുന്നാലുമാനായത് യഖൂലു അലൈകനീലം അത്തഖിദു ഫുലാനൻ ഖലീലാ. സ്നേഹബന്ധത്തിന്റെ, സംഘടനാബന്ധത്തിന്റെ ഭൗതികമായ കെട്ടുപാടുകളുടെ പേരിൽ ആരൊക്കെയോ ഇമാമാക്കി കൂടെ നടന്ന് ആദർശത്തിൽ നിന്ന് തിരിച്ചുപോയാൽ ആഖിറത്തിൽ മാനം കെടുന്ന ദിനം വരാനുണ്ട്. ആഖിറത്തിൽ വിരൽ കടിക്കുന്ന ദിനം വരാനുണ്ട്. അല്ലാഹു തെറ്റിദ്ധരിച്ചവർക്ക് ശരി ബോധ്യപ്പെടുത്തട്ടെ. നമ്മുടെ ഈ എളിയ ഖിദ്മകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മുജാഹിദ് പ്രസ്ഥാനം 7 പതിറ്റാണ്ട് കാലം അവിശ്വാസമായി തള്ളിയ ശിർക്ക്, അവിശ്വാസമായി തള്ളിയ ബറക്കത്ത്, അവിശ്വാസവും ശിർക്കുമായി തള്ളിയ കണ്ണൂർ, ഇങ്ങനെ അഭൗതികമായി ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടതെല്ലാം ഇപ്പോൾ മുജാഹിദീങ്ങളിൽ ഒരു വിഭാഗം അതാ വിളിച്ചു പറയാൻ തുടങ്ങി. അഭൗതികമായ സഹായവും അഭൗതികമായ ഉപദ്രവവും അംഗീകരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഒരു സാധനത്തിൽ ബറക്കത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ബറക്കത്ത് ആരോപിക്കപ്പെട്ട വസ്തുവിനെ, വ്യക്തിയെ ദിവ്യത്വം ആരോപിക്കലായി എന്ന് പ്രസംഗിച്ച മുജാഹിദ് മൗലവിമാർ ഇപ്പം നെഞ്ഞത്തടിച്ച് നിലവിളിക്കുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ട്. മുജാഹിദുകൾ അത് നിഷേധിക്കാൻ പാടില്ല. ഇനി മുടി കിട്ടിയെന്ന് പറയുന്ന സഹാബികളിലെ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദര തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നബിയുടെ മുടിക്ക് മാത്രമുണ്ട്. സഹാബികൾ ആ മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്. മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് തൊലിക്കട്ടി? എങ്ങനെയുണ്ട് തൊലിക്കട്ടി? സഹോദരന്മാരെ, തമാശയായി എഴുതിക്കൊള്ളണ്ട. എന്തിനാണ് ഖണ്ഡനം, വാദപ്രതിവാദമെന്ന് ചിന്തിക്കണ്ട. ഈ തെരുവിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റവെക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷേ സാധാരണക്കാരായ മുസ്ലിങ്ങൾ വിവരമില്ലാത്തതിന്റെ പേരിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ അവരെ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ബാധ്യത നിർവഹിക്കുകയാണ്. എന്നാൽ പരമസാധുക്കളായ ഒരു കൂട്ടരുണ്ട്, മടവൂര് മുജാഹിദ്. ആ മടവൂര് മുജാഹിദ് താൻ പിടിച്ച മൊയലിന് 3 ചെവി എന്ന് തന്നെ പറയാൻ തീരുമാനിച്ച കക്ഷികളാണ്. പക്ഷെ അവിടെയും മതയുക്തിവാദം ഏറ്റുകൂട്ടിയാൽ മുഴച്ചിരിക്കും. ചങ്ങരംകുളം മുജാഹിദ് ഇപ്പോ ബറക്കത്തിനെ അംഗീകരിച്ചു. എന്നാൽ മടവൂര് മുജാഹിദിലെ ഒരു വിഭാഗം ബറക്കത്ത് നിഷേധിച്ചു, ഒരു വിഭാഗം ബറക്കത്ത് അംഗീകരിച്ചു. ഇത് ശബാബ് വാരികയാണ്. 2011 ഏപ്രിൽ 1 ഇറങ്ങിയ ശബാബ്. ആ ശബാബിൽ അഭൗതിക മാർഗത്തിൽ ആത്മീയ ചികിത്സകളോ എന്ന ഹെഡിങ്ങിൽ ഇടവണ്ണക്കാരനായ അബ്ദുസലാം സുല്ലമി എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ
അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ദിവ്യത്വം ആരോപിക്കലാണ്. അങ്ങനെ വിശ്വസിച്ച ആള് ബഹുദൈവാരാധകനാണ്, മുശ്രിക്കാണ് എന്ന് കട്ടായമായി പറയുന്നു. 2011 ഏപ്രിൽ 1 ശബ. എന്നാൽ ആ സലാം സുല്ലമിയുടെയും നേതാവ്, അവരുടെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, അയാൾ 2010 നവംബർ 12 എഴുതിയ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? CP ഉമർ സുല്ലമി. അയാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾക്ക് ബറക്കത്തുണ്ട്, തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ട്. അങ്ങനെയുള്ള ആസാറുകളിൽ വിശ്വസിക്കേണ്ടതാണ്. അങ്ങനെ മടവൂര് മുജാഹിദിൽ ഒരു ഗ്രൂപ്പ് തന്നെ ശിർക്കും തൗഹീദും കെട്ടിപ്പിടഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ കാണലുണ്ടല്ലോ, ആജന്മ ശത്രുക്കളായ നായിയും പൂച്ചയും ഒക്കെ ഒരു കൂട്ടിൽ ഇണകളെ പോലെ ജീവിക്കുന്ന ചില അത്ഭുതങ്ങൾ. ഇതുപോലെ മടവൂര് മുജാഹിദിൽ തൗഹീദും ശിർക്കും ഇങ്ങനെ നല്ല ഐക്യത്തിൽ പോണതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ ഐക്യം ചങ്ങരംകുളം മുജാഹിദിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ചങ്ങരംകുളം മുജാഹിദിനെ വീണ്ടുമുള്ള പിളർപ്പ് ബോധ്യപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ബറക്കത്ത് നിഷേധിച്ചവർ ബർക്കത്ത് അംഗീകരിച്ചു, സിഹ്ർ അംഗീകരിച്ചു, കണ്ണേർ അംഗീകരിച്ചു, അഭൗതികമായ വഴിയിൽ അള്ള വെച്ച കാര്യകാരണങ്ങളെ മുഴുവനും സ്വീകരിച്ചു. അപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം 10 കൊല്ലം മുമ്പ് 2 ആയി പിളരുന്നത്. ഒന്ന് ചങ്ങരംകുളം, ഒന്ന് മടവൂർ. എന്താ പിളർപ്പിന്റെ കാരണം? ലത്തീഫ് വരുമ്പലാക്കൽ മുജാഹിദ് 2 ആയിങ്ങാണ്ട് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയപ്പോ ലത്തീഫ് കരിമ്പിലാക്കൽ പറയാ, എന്നാ സംഗതി എന്താ അറിയോ, ഇവിടെ മറു ഗ്രൂപ്പ് ശിർക്കാ പോണത്. 2 ഗ്രൂപ്പും തൗഹീദിലില്ലട്ടോ, ഒരു ഗ്രൂപ്പേ തൗഹീദിലുള്ളൂ. ഒറ്റ വാചകം കൂടി മുജാഹിദ് പ്രസ്ഥാനത്തെ 2 ആയി പിളർത്തുമ്പോഴും ഒരുപാട് ദുഃഖവും ഒരുപാട് സങ്കടവും ഒരുപാട് വ്യസനവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താ പ്രതീക്ഷ? ഇവിടെ പിളർന്നിരിക്കുന്നത് തൗഹീദിന്റെ പ്രസ്ഥാനമാണ്. 2 ഭാഗത്തുള്ള ആളുകളും തൗഹീദാണ് പറയുക. നമ്മളും തൗഹീദാ പറയാ, അവരും തൗഹീദാ പറയാ. നമുക്ക് നേരെ തൗഹീദ് ഇല്ല എന്നവർ ആക്ഷേപിച്ചെങ്കിലും നമുക്ക് തൗഹീദുണ്ട്, അവർക്കും തൗഹീദുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു. കുറെ കാലം മുന്നോട്ട് പോകുമ്പോ ഇപ്പോൾ ഉള്ള വൈര്യവും ദേഷ്യവും അതുപോലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ മെല്ലെ മെല്ലെ ഇല്ലാതെയാകും. ഇനി ഇന്നല്ലെങ്കിൽ അടുത്ത തലമുറയിലെങ്കിലും അതില്ലാതാകും. അപ്പൊ കേരളത്തിൽ തൗഹീദ് പറയുന്ന 2 സംഘടനകൾ ഉണ്ടാകും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ല സ്വപ്നാണ്. എന്തൊരു ചൊറുക്കുള്ള കിനാക കണ്ടത്. എന്നാ കഥ കേൾക്കണം. സംഭവിച്ചതോ, ഇവർ ആർക്കു നേരെയാണോ തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചെന്ന് ആക്ഷേപിച്ചത് അവർക്ക് മാത്രം തൗഹീദ് ഉണ്ടാവുകയും. മുസ്ലിങ്ങളെ അടിവരയിടേണ്ട വാക്കാണ്. ആർക്കെതിരെ ശിർക്കാരോപിക്കുവോ, ആർക്ക് തൗഹീദിൽ അപകടം വന്നു എന്നാണോ ആരോപിക്കപ്പെട്ടത്, അവരിൽ മാത്രം തൗഹീദ് നിലനിൽക്കുകയാണ്. അത് 10 കൊല്ലത്തെ പ്രതിഭാസമല്ല, 8 പതിറ്റാണ്ട് കാലം വഹാബി ഗ്രൂപ്പുകൾ ഒന്നടങ്കം ആർക്കെതിരെ തൗഹീദില്ലെന്ന് പറഞ്ഞോ, ആരുടെ തൗഹീദിന് കേടുവന്നെന്ന് പറഞ്ഞോ, അവരുടെ തൗഹീദ് അന്ന് പറഞ്ഞത് ഇന്നും തൗഹീദാണ്. ആ തൗഹീദ് ആദം അലൈഹിസ്സലാം പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞതൊന്നാണ്. കാരണം തൗഹീദ് അസ്തിത്വമുള്ളതാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഭാവനം ചെയ്യുന്ന തൗഹീദിന്റെ വ്യക്തിത്വം എന്താണെന്നറിയോ? കശജറത്തിൻ തയ്യിബാ, അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. അതേ, ആ തയ്യിബായ കലാമ് കൊണ്ട്, ആ തൗഹീദ് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, മനുഷ്യർക്ക് നന്മയുണ്ട്. റോഡിലെ വഴിയിൽ നിന്ന് മുള്ളു നീക്കുന്നത് മുതൽ അന്താരാഷ്ട്ര തലത്തിലെ ഭരണകൂട സംവിധാനങ്ങളിൽ വരെ മാനവികതക്കനുഗുണമായ തിയറി ആ തൗഹീദ് ലോകത്ത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അടിത്തറ വളരെ കെട്ടുറപ്പുള്ളതാണ്. അത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടതല്ല. കാലികമായ ചോദ്യങ്ങളുടെ മുന്നിൽ ഷുഗർ കൂടി ഒറ്റവെക്കേണ്ടതല്ല. കേവലം ഒരു മൊബൈലിലൂടെ വരുന്ന ചോദ്യത്തോട് മിണ്ടാണ്ടിരിക്കണ എന്ന് പറഞ്ഞ് അട്ടഹസിക്കേണ്ടതില്ല. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കാലാന്തരങ്ങളിൽ കടന്നു വരുന്ന മാനവ സമൂഹത്തിന്റെ മനതലങ്ങളോട് ഉജ്ജ്വലമായി സംവദിക്കാൻ കഴിയുന്ന അടിസ്ഥാന ഭദ്രതയുള്ള അടിത്തറയുള്ള കെട്ടുറപ്പുള്ള തിയറിയാണ് തൗഹീദ്. അതേ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ആ
വൃക്ഷത്തിന്റെ അടിവേറുറച്ചു പോയതാണ്. ഒരു സുനാമിയിലും അത് ഇളകിപ്പോകുന്നതല്ല. മാത്രമല്ല ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വാനലോകത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് പോലെ ആ തൗഹീദിന്റെ വാഹകരാണ് ലോകത്ത് ഭൂരിപക്ഷമുള്ളത്. അവരാണ് മുസ്ലിം മുഖ്യധാര. മുസ്ലിം മുഖ്യധാര പ്രതിദാനം ചെയ്യുന്ന ആദർശമേതോ അതാണ് തൗഹീദ്. അത് ഉറച്ചതാണ്, അതിൽ മാറ്റങ്ങളില്ല. അത് കുരങ്ങ് കണ്ണാടി നോക്കിയതുപോലെ നോക്കുന്നവർക്കനുസരിച്ച് കോലം മാറുന്നതല്ല. ആക്ഷേപകന്മാരായി ആരോപകന്മാരായി രംഗത്ത് വന്ന ആളുകളുടെ തൗഹീദ് കുത്തനെ ഒലിച്ചു പോവുകയും ഷിർക്കിന്റെ കൂടാരങ്ങളിൽ കണ്ടങ്ങൾ നമുക്കെതിരെ ഷിർക്ക് പറഞ്ഞപ്പോ റായിന് അത്ര കട്ടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചങ്ങരംകുളം മുജാഹിദിനെതിരെ പറഞ്ഞപ്പോ റായിന്റെ കട്ടി കണ്ടങ്ങൾ ഷിർക്കിന്റെ കൂടാരങ്ങളിൽ കയറിക്കൂടി ഇരിക്കുകയും ചെയ്യുന്ന കാഴ്ച വ്യസനകരമായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഒരിക്കലും സന്തോഷിക്കുന്നില്ല. ഞങ്ങൾ ഇതിൽ ദുഃഖിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു മനുഷ്യൻ തൗഹീദിലേക്ക് വരാൻ ഒരുപാട് പണിയെടുക്കണം. അങ്ങനെ കാര്യമില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ബോധ്യപ്പെടലല്ലാതെ മാർഗമില്ല. മനുഷ്യനിർമ്മിതമായ തൗഹീദിന്, മനുഷ്യനിർമ്മിതമായ ദർശനങ്ങൾക്ക് സ്വാഭാവികമായി സംഭവിക്കേണ്ടതല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യനിർമ്മിതമായ വൃത്തികെട്ട വിശ്വാസങ്ങളുടെ ഉദാഹരണം അത് ചീത്തയായ വൃക്ഷത്തെ പോലെയാണ്. അതിന് സമൂഹത്തിൽ ഒരു ഗുണവും ചെയ്യാനില്ല. സാമൂഹിക രംഗത്ത് നിർമ്മാണ വഴികളിൽ അതിന് ഇടപെടാനൊന്നുമില്ല. കെ.എം. മൗലവി തന്റെ വ്യക്തിപരമായ കഴിവുപയോഗിച്ച് ഒരു പത്രപ്രവർത്തനം നടത്തിയതൊഴിച്ചാൽ പ്രാസ്ഥാനികമായി ഇക്കഴിഞ്ഞ 8 പതിറ്റാണ്ടുകാലം കേരളീയ മുസ്ലിംകൾക്കിടയിൽ ശിർക്കിന്റെ കലാപം കൂട്ടിയതല്ലാതെ ഫലവത്തായ സംഭാവന നൽകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഉപകാരശൂന്യമായ വൃക്ഷത്തെ പോലെയാണ്. അത് ഭൂമിയിൽ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. വേറൊച്ചിട്ടില്ല, അടിത്തറപത്രമല്ല. കേവലം ഒരു മൊബൈലിലെ ഫോൺ കോളിനോട് പോലും പ്രതികരിക്കാൻ കഴിയില്ല. അത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആളുകൾക്കനുസരിച്ച് കോലം മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ ബോധ്യപ്പെടുത്തുന്നതാണ്. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കണം. എന്നിട്ട് എന്തായി? വഹാബി പ്രസ്ഥാനം രണ്ടായി പിളർന്നു. ഒരു വിഭാഗം മുജാഹിദീങ്ങൾ പിടിച്ച മൊയലിന്റെ ചെവി 3 തന്നെ എന്ന് വാദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു മറ്റേ മുജാഹിദ് മൊയലിന് 2 ഉണ്ട് എന്ന് പറഞ്ഞോല് ശിർക്കിലാണ്. എന്നിട്ട് കാരണം എന്താ മുജാഹിദീങ്ങൾ അങ്ങനെ പറയാനൊരു കാര്യം? മുമ്പ് നമ്മുടെ ആലിമീങ്ങൾ വഹാബികളെ പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യം ഇപ്പോൾ ആ മുജാഹിദ് പച്ചയായി പറയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പണ്ട് കാലങ്ങളിൽ മുസ്ലിം സമുദായത്തോടും പ്രത്യേകിച്ച് മുജാഹിദീങ്ങളോടും ഖുർആൻ ഓതി പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായികളായി വെച്ച അഭൗതികമായ വ്യക്തികളും ശക്തികളുമുണ്ട്. ആ ശക്തികളെ സഹായം പ്രതീക്ഷിക്കാം. ഇല്ലെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇവിടെ നെല്ലിക്കുത്ത് ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോൾ അത് ക്ലിപ്പാക്കി മുറിച്ച് തെരുവിൽ നെല്ലിക്കുത്ത് ഉസ്താദിനെ മുശ്രിക്കാക്കാൻ ശ്രമിച്ച മൗലവിമാർ അതേ വാദം തെരുവിൽ പറയാൻ തുടങ്ങി. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. നെല്ലിക്കുത്ത് ഉസ്താദ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ. അങ്ങനെ ഖുർആനിൽ ഒരായത്തും ധരിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്
അപ്പൊ കണ്ടങ്ങള് കണ്ടു. എന്താണ് ഇപ്പൊ മുസ്ലിം കൈരളി കാണുന്നത്? അന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് ഇപ്പം മൗലവിമാര് പറയാം. എന്താ പറയുന്നത്? അഭൗതികമായ മാർഗത്തിൽ വിജനപ്രദേശത്ത് മനക്ക് സഹായിക്കാം, ജിന്ന് സഹായിക്കാം. പക്ഷേ ഇത് കാണാൻ നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ടായില്ല. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആഖിറം സന്തോഷമാക്കട്ടെ. അവിടുന്ന് പഠിപ്പിച്ച ഇൽമ കൊണ്ട് ഭൗതികവും ഉഹ്റവിയുമായ ഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. കണ്ടങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഉസ്താദിനെ കുതിര കയറാനുള്ള ശ്രമ അന്ന് മൗലവി നടത്തിയത്. പക്ഷേ ഇപ്പം മൗലവി പറയുന്നതോ അഭൗതികമായി സഹായിക്കാൻ ആളുകളുണ്ട്. അപ്പോഴാണ് മടവൂര് മുജാഹിദ് ജന്മം കൊള്ളണ്ടേ. അവര് പറഞ്ഞു, മനുഷ്യന്റെ കണ്ണ് കാണാത്ത ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, മനുഷ്യന്റെ കണ്ണ് കാണാത്തത് ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ മുജാഹിദ് മൗലവി പ്രസ്താവിക്കുകയാണ്. ഞങ്ങൾ കാണുന്നു, മനസ്സിലാകുന്നു, മനസ്സിലാവുന്ന കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിൽ മുസ്ലിമിനോട് ആവശ്യപ്പെടുമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോടോ അങ്ങനെ വ്യത്യാസമില്ല. അത് മാനുഷിക ബന്ധമാണ്. മനുഷ്യന്മാരുടെ കഴിവിനപ്പുറമുള്ളതോ അള്ളാഹുവിനോട് മാത്രം. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്മാരുടെ കഴിവിൽപ്പെട്ട് നമുക്ക് മനസ്സിലാകും. മനുഷ്യന്മാരെ നമ്മൾ അറിയുമല്ലോ, കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്. അതുകൊണ്ട് ഏത് മനുഷ്യൻ എന്തിന് കഴിയുമെന്ന് നമുക്കറിയാം. അയാളെ കഴിവിൽപ്പെട്ട് ആരോട് ചോദിക്കും? ഡോക്ടറെ കഴിവിൽപ്പെട്ട് ഡോക്ടറോട് ചോദിക്കും. അതിന് ആശാനെ അങ്ങനെ ഒരു കഴിവില്ലല്ലോ. എന്നല്ലേ ഖുർആൻ പറഞ്ഞു? ഡോക്ടർക്ക് കഴിവില്ല. നാളികേരത്തിന്റെ പുറം കാണുന്നതും നാളികേരത്തിന്റെ ഉള്ളു കാണുന്നതും മരിച്ചുപോയ വലിയ കാണുന്നതും ജീവിച്ചിരിക്കുന്ന ഡോക്ടർ കാണുന്നതും അവരുടെ കഴിവുകളല്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയാണ്. എന്തിനാണ് കഴിവിൽപ്പെട്ട് എന്തിനോട് ചോദിക്കും? ആശാരിയുടെ കഴിവിൽപ്പെട്ട് ആശാരിയോട് ചോദിക്കും. അത് നമുക്ക് മനസ്സിലാകും. മനസ്സിലാകാത്താണെങ്കിലോ അള്ളാഹിനോട് മാത്രം, ഓരോരുത്തരുടെ പങ്ക് ചേർക്കില്ല. ആര് പറഞ്ഞാലും സംസം വെള്ളത്തിൽ ശിഫയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം വെള്ളം എന്തുദ്ദേശിച്ചു കുടിച്ചോ സുഖപ്പെടും. പക്ഷേ അത് രാമൻ വൈദ്യർക്ക് പറഞ്ഞു തരാൻ കഴിയൂല. എന്താണ് കാരണം? റസൂലുള്ള പറഞ്ഞാലും ചോദ്യം ചെയ്യണല്ലേ എന്നല്ലേ മൗലവിന്റെ മതം. മൗലവി പറയാ, ആര് പറഞ്ഞാലും മനസ്സിലാവൂലേ? സംസം വെള്ളത്തിൽ നിന്ന് കുടിച്ചാല് വയറുവേദന മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാണുണ്ടോ? ഓക്കെ, ഇല്ലേ? എന്നാ പിന്നെ രാമൻ വൈദ്യർ അരീശൻ തന്നെ ആ ശരണീയം സംസം വെള്ളം നെഹി. ഇതാണ് മടവൂർ മതം. അപ്പൊ വീണ്ടും കുലുമാലി ഖുർആനിൽ ജിന്നിനെ കുറിച്ച് പറ്റി പറഞ്ഞാലേ ഈ ജിന്നൊക്കെ എന്താ കാട്ടുക? അപ്പൊ നമ്മൾ അബ്ദുസ്സലാം സുല്ലമി രംഗപ്രവേശനം ചെയ്തിട്ട് പറഞ്ഞു, ഇനി ജിന്ന് എന്ന് പറഞ്ഞാല് നമുക്ക് പുറത്തം കിട്ടാത്ത സാധനമൊന്നല്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ അത് കാട്ടാളനാണ്, ഇനസ് എന്ന് പറഞ്ഞാൽ അത് നാട്ടാളനാണ്. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാനിൽ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. ഖാമൂസ് അറബി അംഗീകരിച്ച്. ഇയാളെ കണ്ടാൽ ഒരു മൗലവിയാണോ എന്നല്ല മനുഷ്യന്മാര് അത്ഭുതപ്പെടാ. ഇതൊരു ജാതി സർട്ടിഫിക്കറ്റ് ആൾക്കാർ ചോദിക്കും. ക്ഷമിക്കണം, ആ വിഷയത്തിക്കല്ല നമ്മൾ പോണം. കൊണ്ടാണ് ഖാമൂസ്. ആ ലിസാനിൽ അറബിലും ഖാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്നിന് തന്നെ പ്രയോഗിക്കുക, വേറെ ഭാഷയല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ്സ് നമ്മൾ മൊത്തത്തിൽ പറയും. അതിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നെയാ പ്രയോഗിക്കുക? ഹദീസിലൊക്കെ എന്തെന്നെയാ പ്രയോഗിച്ചത്? ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഇവിടെ വിഷയമല്ലല്ലോ. ജിന്നിന് അങ്ങനെ പറഞ്ഞില്ലെന്ന് ഇവിടെ വിഷയമുണ്ടോ? ഇതല്ലാത്തൊരു ജിന്ന് വേറുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ വിഷയം. ആ വിഷയത്തിക്ക് എന്തിനാ ഈ ആദിവാസികളെ കൊണ്ടുവന്ന് മൗലവി? ആദിവാസികളെ വെച്ചിട്ട് മൗലവിക്ക് രക്ഷപ്പെടാനാണ്.
അല്ലേ? എന്നിട്ട് മൗലവി പറയണേ ജിന്ന് എന്ന് പറഞ്ഞാൽ കാട്ടാളൻ. പിന്നെ ഏതിന് പറയും? വൈറസിനും ഫംഗസിനൊക്കെ നമ്മൾ കാണാത്ത. ജിന്നിനെ മൗലവി കാണാത്തതുകൊണ്ടാണ് ആ വേലക്ക് മൗലവി വരാത്തത്, കണ്ണുകൊണ്ട് കാണാൻ. ഫംഗസും മൗലവി കണ്ടിട്ടില്ല, പക്ഷെ അത് നമ്പിനാരായണൻ കണ്ടിട്ടുണ്ട്. നമ്പിനാരായണൻ ഭൂതക്കണ്ണട വെച്ച് കണ്ട് ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സുല്ലമിക്കോക്കെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വിജനപ്രദേശത്ത് വിളിച്ചോളൂ, ഇന്നലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി ഹാസിറൻ സയസിബുഹു. നിങ്ങൾ കാണാത്ത അഭൗതികരായ സഹായികളുണ്ടെന്ന് മുത്തുനബി പറഞ്ഞാൽ മൗലവിക്ക് വിശ്വാസമില്ല. ഇത് മതമാണോ? മതയുക്തിവാദമാണോ? അപ്പോ യുക്തിവാദത്തിന് വിവരക്കേട് മറുപടി. ജിന്ന് എന്ന് പറഞ്ഞാൽ വൈറസ്, ഫംഗസ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ സഹോദരന്മാരെ, സുല്ലമിയോട് ശിഷ്യൻ സക്കരിയ ചോദിക്കുക, അതിന് മൗലവി റസൂലുള്ളാഹിന്റെ കാലത്ത് വൈറസ് ഉണ്ടോ? വൈറസ്, അതിന് മുഹമ്മദ് നബി വൈറസിനെ പറ്റി പറഞ്ഞ, മുഹമ്മദ് നബിന്റെ കാലത്ത് വൈറസ് ഉണ്ടോ സുല്ലമി? എന്തായി? മടവൂരും ചങ്ങരംകുളം രണ്ടായി മുജാഹിദ് പിളർന്നപ്പോ തൗഹീദ് കിട്ടിയ ജിന്ന് പോകും, ജിന്ന് കിട്ടിയ തൗഹീദ് പോകും. 10 കൊല്ലം ചങ്ങരംകുളം മടവൂരും തെരുവുകളിൽ നടത്തിയ ദ്വന്ദ്വ യുദ്ധത്തിന്റെ ആകെ ഫലം സക്കരിയയും സുല്ലമിയുടെയും തമ്മിലടി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. പറയടോ ജിന്നെവിടെ? എവിടെ മുട്ടേക്കാ തൗഹീദ്? പറയടോ ജിന്നെവിടെ? എവിടെ മുട്ടേക്കാ തൗഹീദ്? പറയടോ ജിന്നെവിടെ? എവിടെ മുട്ടേക്കാ തൗഹീദ്? മറ്റൽമ ചവിട്ടിയ മാതിരി ഒരു തല ചവിട്ടിയ മറ്റേ തല പൊന്ത. തൗഹീദ് കിട്ടിയോ ജിന്ന് പോയി, ജിന്ന് കിട്ടിയോ തൗഹീദ് പോയി. മനുഷ്യനിർമ്മിതമായ തിയറികൾക്ക് നിലനിൽപ്പില്ല. മനുഷ്യ കഴിവിന്റെ അപ്പുറം ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് മടവൂർ മുജാഹിദ് പറഞ്ഞപ്പോ സക്കരിയ സ്വലാഹിയുടെ തിരിച്ചടി എന്താ? മനുഷ്യന്റെ കഴിവ് പെടാത്തത് ആരോടും ചോദിച്ചൂടാ. എന്നാൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഷൗക്കത്ത് അലി എസ് ഐ ഉദാഹരണം, അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതകം നടക്കുക. ആ കൊലപാതകത്തിൽ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ഘാതകനെ കണ്ടെത്താൻ എസ് ഐ പോയിട്ട് ആ ബോഡി ഒന്ന് നന്നായി വാസനിച്ചു നോക്കി, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് എസ് ഐക്ക് ബോധ്യായത് സ്റ്റേഷനിൽ വളർത്തുന്ന ഒരു നായ എന്റെ മൂക്കിനേക്കാളും കഴിവല്ല ആ നായക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കഴിവ് നമുക്കറിയില്ല. എന്നാ പോലീസ് നായയെ ഒന്ന് കൊണ്ടുവന്ന് വാസനിപ്പിച്ചു നോക്കുക. അങ്ങനെ പോലീസ് നായയെ കള്ളനെ പിടിക്കാൻ സഹായം തേടുന്ന എസ് ഐ മുസ്ലിമിന്റെ വിധി എന്ത്? അല്ലേ, പോരാ. ആനയെ കൊണ്ടുപോകുന്ന പാപ്പന് എടുത്താൽ പൊണ്ടാത്ത മരത്തടി വലിക്കാൻ ആനയോട് എടുക്കാനേ വലിക്കാനേ എന്ന് ഇസ്തിഹാസ നടത്തിയാൽ അത് മനുഷ്യ കഴിവിന്റെ അപ്പുറമല്ലേ സുല്ലമി? അവിടെ ശിർക്ക് വരുമോ? എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? അതാർക്കുള്ളത്? ഉള്ളത് ഇപ്പൊ സുന്നത്തെ മാജിക്ക് പോരും. മൂപ്പര് പറഞ്ഞ ആ സാധനം മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കൂല. കാരണം നിൽക്കാൻ കഴിയൂല. കാലം അവിടെയാണ് എത്തിച്ചത്, വഹാബി പ്രസ്ഥാനത്തെ. എന്നിട്ടോ തൗഹീദും ജിന്നും തെരഞ്ഞ വിശ്വാസത്തിന്റെ പേരിൽ വഹാബിസം ഏറ്റുമുട്ടുന്നു. കേവലം ഒരു അറബി പദം അതിന്റെ ബഹുതലങ്ങളിലെ അർത്ഥം സൂചിപ്പിച്ചുകൊണ്ടുള്ള പറച്ചിലല്ല. കഫറ ശറക്ക എന്നൊക്കെ പറഞ്ഞാൽ ദ്വയാർത്ഥങ്ങളുള്ള പദങ്ങളുണ്ട്. അത് എവിടെയെങ്കിലും ഒരാൾ പറഞ്ഞതല്ല വിഷയം. ആയത്തും ഹദീസും ഓതി തൗഹീദിനെതിരെയുള്ള ശിർക്കാരോപണമാണ്, ഏകദൈവ വിശ്വാസത്തിനെതിരെയുള്ള കുഫ്രാരോപണമാണ് നടക്കുന്നത്. അല്ലാതെ സംഘടനാപരമായ തർക്കങ്ങളോ കേവലം ബഹുതലത്തിൽ അർത്ഥങ്ങളുള്ള പദങ്ങളെ അങ്ങോട്ട് ഉപയോഗിച്ചതോ അല്ല. എന്നിട്ട് സഹോദരന്മാരെ നിങ്ങൾക്ക് കേൾക്കണോ, ഇവിടെ ലത്തീഫ് വരമ്പിലാക്കൽ പറയാണ് ചങ്ങരംകുളം മുജാഹിദിനോട്, ഞങ്ങൾക്ക് ഇനി തൗഹീദിന്റെ പേരിൽ സംവാദം നടത്താനുള്ളത് ഇവിടുത്തെ സമസ്തക്കാരോടല്ല, ജമാഅത്തെ ഇസ്ലാമിയോടല്ല, ഞങ്ങൾക്ക് തൗഹീദിന്റെ പേരിൽ സംവാദം നടത്താനുള്ളത് ചങ്ങരംകുളം മുജാഹിദിനോടാ. ആ തൗഹീദ് എവിടെ നിൽക്കുന്നു?
അത് ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇനി തൗഹീദ് വിഷയത്തിൽ ഒരു സംവാദം നടത്തേണ്ടി വന്നാൽ അത് നടത്താനുള്ളത് ഒന്നാമത് സുന്നികളോടല്ല, ഒന്നാമത് ജമാഅത്തുകാരോടല്ല, ഒന്നാമത് നടത്താനുള്ളത് ഈ നവയാഥാർത്ഥികളോടാണ്. ഞങ്ങൾക്ക് ഇനി തൗഹീദ് വിഷയത്തിൽ വാദപ്രതിവാദം നടത്താനുള്ളത്. തിരുവനന്തപുരത്ത് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അവിടുത്തെ ടീമും കൂടി. കൊല്ലം കുറയാതെ ആസ്വദിച്ച ആൾക്കാർ അവിടുത്തെ സുന്നികൾ. 70 കൊല്ലം നിങ്ങളുടെ ചെറുക്കൻ കൊലവിളിയെ മനക്കരുത്തുകൊണ്ട് മനസ്സമാധാനത്തോടെ നേരിട്ട ഇവിടെയുള്ള വിശ്വാസികൾ 10 കൊല്ലത്തങ്ങളെ ഇത് യുദ്ധം കണ്ടും കേട്ടും അറിഞ്ഞവരാ അല്ലേ? എന്നിട്ടോ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് മുശ്രിക്ക്, ഇവിടുന്ന് അങ്ങോട്ട് കാഫിർ.